കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ, സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൽ ബഹുമാനീയരായ കർത്തദാസന്മാർ, വിശേഷിച്ച് ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകൻ പാസ്റ്റർ ടി.എം. കുശി അവറുകൾ, സദസ്സിലായിരിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃഭൃത്യന്മാർ, ബഹുമാനീയരായ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, കഴിഞ്ഞ പകലിലെയും ഈ രാത്രിയിലത്തെയും ദൈവജന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗവരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയും ഈ 18ാമത് രാത്രി യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ 17 ദിനരാത്രങ്ങളിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം ദൈവം നമ്മുടെ മേൽ പകർന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. പലരും ബലഹീനരായിരുന്നു, പലരും ശാരീരികമായ ക്ലേശങ്ങളിലൂടെ കടന്നുപോയി. സ്തോത്രം, ഹല്ലേലൂയ. എങ്കിലും ദൈവം പിടിച്ചു നിർത്തിയത് ഓർത്ത് സ്തോത്രം. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ദൈവം നിർത്തിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായ ഒരു നിമിഷം സ്തോത്രം ചെയ്താട്ട്. കർത്താവിൻ്റെ കൃപയല്ലാതെ മറ്റൊന്നുമില്ല, കർത്താവിൻ്റെ കരുണയല്ലാതെ നമുക്ക് പുകഴാനൊന്നുമില്ല, ദൈവത്തിൻ്റെ വിശ്വസ്തതയല്ലാതെ നമുക്ക് പറയാനൊന്നുമില്ല. ആ ഉറപ്പ് പ്രാപിച്ച ദൈവജനം ഒരു നിമിഷം കൂടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. സ്തോത്രം. ചിലരൊക്കെ ശാരീരികമായ ക്ലേശത്തിലാണ്, അവരെയൊക്കെ കർത്താവ് വേഗത്തിൽ സൗഖ്യമാക്കി സ്തോത്രം നമ്മുടെ മധ്യേ കൂട്ടി വരുത്തും എന്ന് ഞാൻ ഇന്ന് രാത്രി പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ദൈവം അവരെയൊക്കെ വിടുവിക്കും. കർത്താവിൻ്റെ കൃപ എല്ലാവരുടെ മേലും കർത്താവ് അതാത് സമയങ്ങളിൽ പകർന്നുകൊണ്ടിരിക്കും. കാരണം ഞാനതിനൊരു തെളിവ് പറയാം, ഇതൊരു ചെറിയ പോരാട്ടമാണോ എന്ന് നന്നായിട്ട് എനിക്ക് മനസ്സിലായി. കാരണം കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിനോയ് ടൈറ്റസ് അവറുകൾ ഇവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പതിവില്ലാതെ അന്ന് രാത്രി ഭയങ്കരമായി ചുമച്ചു. അപ്പോൾ എനിക്ക് നിർത്താൻ പറ്റാതെ ചുമയായി. ഞാനിങ്ങനെ ഓർത്ത്, കർത്താവെ, ഇവിടെ നിന്ന് ഇറങ്ങി സ്റ്റേജിൽ നിന്ന് അങ്ങ് മാറി പുറത്ത് പോയി നിന്നാൽ എന്തെന്ന്. കാരണം അത്രയ്ക്ക് എനിക്ക് ഇരിക്കാൻ വയ്യാത്ത രീതിയിൽ അസ്വസ്ഥത ഞാൻ അന്ന് രാത്രി ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ നേരിട്ടു. ചെറിയൊരു വീസിങ് ട്രബിൾ പോലെയും എനിക്ക് ചെറുതായിട്ട് ഇവിടെ ഇരുന്നപ്പോൾ ഉണ്ടായി. പക്ഷേ പെട്ടെന്ന് കർത്താവിൻ്റെ ദാസൻ ഇവിടെ നിന്നൊരു പദം പറഞ്ഞു, യേശുവിൻ്റെ രക്തം ജയം പറഞ്ഞാൽ ഏത് പൈശാചിക ശക്തികളും മാറും. ആ സമയം ഞാൻ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ ഞാൻ എൻ്റെ അധരം ചലിപ്പിച്ച് ഞാൻ പറയാൻ തുടങ്ങി, യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം. ഞാൻ നിങ്ങളോട് വെറുതെ പറയുകയില്ല, ആ സ്പോട്ടിൽ എൻ്റെ ചുമ അവിടെ നിന്നു. ആ മീറ്റിംഗ് തീരുന്നിടം വരെ ഞാൻ പിന്നെ ചുമച്ചിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, ഇതിൻ്റെ പുറകിലൊരു ജയമുണ്ട്. ഇതിൻ്റെ പുറകിൽ കർത്താവ് നമുക്കൊരു ജയം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ട്. ഈ രാത്രി ഹല്ലേലൂയ. മനുഷ്യരെന്തും പറയട്ടെ, അതൊന്നും എനിക്ക് വിഷയമല്ല. സ്തോത്രം. മനുഷ്യൻ മറ്റ് രീതികളിലൊക്കെ ഇത് വ്യാഖ്യാനിച്ചേക്കാം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല. ഇന്നിൻ്റെ പകൽ കേട്ടതുപോലെ അവൻ നമ്മെ വചനത്താൽ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ അവൻ്റെ അടിപ്പിടരുകളാൽ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അവൻ വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. സൗഖ്യം തന്നെ മക്കളുടെ അവകാശമാണ്. അതുകൊണ്ട് ചഞ്ചലപ്പെടേണ്ട, സൗഖ്യമാക്കാൻ കഴിവുള്ളവൻ നമ്മെ വിടുവിക്കും. അവൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്താം, അവൻ്റെ കരങ്ങളിൽ മറഞ്ഞിരിക്കാം. ഈ രാത്രി വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ. കഴിഞ്ഞ പകൽ നമ്മുടെ മതിയെ ശുശ്രൂഷിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോൺ മാത്യു അവറുകൾ നമ്മുടെ മതിയുണ്ടല്ലോ. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽ അനുഗ്രഹിക്കപ്പെട്ട ഐശ്വര്യമായി ദൈവത്തിൻ്റെ വചന സവിസ്തരമായി നമ്മുടെ മതിയെ പ്രസ്താവിച്ചല്ലോ. ഈ രാത്രിയും തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ, കർത്താവെ എന്നോട് ഇടപെടണമേ, അടിയനോട് സംസാരിക്കണമേ എന്നുള്ള ഹൃദ്യമായ പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ രാത്രി നമ്മോട് കർത്താവിൻ്റെ ദാസനിലൂടെ ദൈവജന ഇടപെടും. തുടർന്നുള്ള ദൈവജന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ മാത്യു അവരുകളെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവജനം ശ്രമിക്കാമല്ലോ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും മഹിമപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രത്യേക വന്ദനം ചൊല്ലുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചാരംഭിച്ച യുവാശ പ്രാർത്ഥനയിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ, നിങ്ങളെക്കാട്ടിലൊക്കെ ചെറിയവനായി എനിക്ക് കർത്താവ് തന്ന വലിയ ഭാഗ്യത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസനെ ഓർത്ത് കർത്താവിന് സ്തോത്രം. ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് ശക്തമായി തന്നെ ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.
കർത്താവിനാൽ ഇവിടെ നിയുക്തനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ കോശി പാസ്റ്റർ, തൻ്റെ കുടുംബം, പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം. ദർശനം മങ്ങിപ്പോകാതെ ഈ സഭയ്ക്ക് വേണ്ടുന്ന ആത്മീക ചൈതന്യം നൽകുന്ന അഭിഷക്തൻ്റെ നല്ല പ്രവർത്തനങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ആത്മാർത്ഥ സ്നേഹിതൻ ജോമോൻ പാസ്റ്റർ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള പ്രത്യേക വന്ദനം ചൊല്ലുന്നു. PMG ചർച്ചിലെ ധാരാളം ദൈവദാസന്മാരുമായി അഭേദ്യമായി ബന്ധം പുലർത്തുവാൻ കർത്താവ് എനിക്കിടയാക്കിയിട്ടുണ്ട്. നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സഹകരണത്തിനുമായിട്ട് പ്രത്യേക വന്ദനം ചൊല്ലുന്നു. ഒരു കൂട്ടം വിശുദ്ധന്മാരെ ദൈവം ഈ പട്ടണത്തിൽ കണ്ടല്ലോ. വിശുദ്ധന്മാരെ എല്ലാം കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിന് നമ്മോട് ഇടപെടാനുണ്ടല്ലോ. പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിപ്പാനുണ്ടല്ലോ. ദൈവം നമ്മെ വെറുതെ വിടുന്ന ഒരു ദൈവമല്ല. എത്ര പേർ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ട്? നമ്മെ ഒരിക്കലും വെറുതെ വിടുന്ന ഒരു ദൈവമല്ല. അവൻ്റെ അടുക്കലേക്ക് വരുന്ന ഒരുവനെ തൊടുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. പഴയ നിയമത്തിൽ ഭക്തനായ മോശയുടെ ഒന്നിലധികം ഉപവാസം നമുക്ക് ദർശിപ്പാനായിട്ട് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം ദീർഘ ദിവസങ്ങൾ ഭക്തനായ മോശ ദൈവസനയിൽ ഉപവസിച്ചു. ഒറ്റയ്ക്കുള്ള ഉപവാസമായിരുന്നു. തന്നോടുകൂടെ ചേർന്ന് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നു. സ്തോത്രം. ഉപവാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ വന്നപ്പോൾ ഒരു കൽപ്പലക, 2 കൽപ്പലകകൾ ചെത്തിയൊരുക്കി ദൈവം തമ്പുരാൻ മോശയുടെ കയ്യിൽ കൊടുത്തു. സ്തോത്രം. പ്രമാണങ്ങൾ എഴുതിയ കൽപ്പലക. സ്തോത്രം. അതുമായി പ്രമാണങ്ങൾ എഴുതിയ കൽപ്പലകയുമായി മോശ പാളയത്തിലേക്ക് ഇറങ്ങി വന്നത് കണ്ടപ്പോൾ അവിടെ പ്രമാണത്തിന് വിരുദ്ധമായ ആരാധനകൾ നടക്കുന്നു. സ്തോത്രം. തൻ്റെ കൈവശമുള്ള കൽപ്പലകകൾ എറിഞ്ഞ് ഉടച്ചു. സ്തോത്രം. ദൈവം കൊടുത്തത് മണിക്കൂറുകൾക്കുള്ളിൽ നശിപ്പിച്ചു കളഞ്ഞു. സ്തോത്രം. എന്നാൽ അധികം താമസിക്കാതെ ദൈവം തമ്പുരാൻ മോശയോട് പറഞ്ഞു, മോശേ, നീ വീണ്ടും പർവ്വതത്തിലേക്ക് കയറി വാ. ഞാൻ തന്നത് നീ നശിപ്പിച്ചെങ്കിൽ, ഞാൻ തന്നത് നീ കളഞ്ഞെങ്കിൽ ഇനിയും നീ അത് പ്രാപിച്ചെടുക്കണം. സ്തോത്രം. 2ാമത്തെ ഉപവാസം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതേ കൽപ്പലയ്ക്കകത്ത്, ചെത്തിയൊരുക്കപ്പെട്ട കൽപ്പലയ്ക്കകത്ത് വീണ്ടും പ്രമാണം കൊടുത്തെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവസനിൽ ഉപവസിക്കുന്ന ഭക്തനെ ഉപവാസത്തിൻ്റെ കാതലായ വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഏൽപ്പിച്ചത് എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ദൈവം തന്നത് എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് പ്രാപിച്ചെടുക്കാനുള്ളതാ. എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? ഈ ദിവസങ്ങളിൽ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ട ചില കൃപാവരങ്ങൾ, എന്നിൽ നിന്ന് നഷ്ടപ്പെട്ട ചില ദർശനങ്ങൾ, എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ചില ദൈവിക പദ്ധതികൾ കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ 21 ദിന ഉപവാസ പ്രാർത്ഥനയിൽ മടക്കിയെടുക്കാനുള്ള ദിനങ്ങളാ. എത്ര പേർക്ക് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാൻ കഴിയും? നഷ്ടപ്പെട്ടത് മടക്കി തരണം. സ്തോത്രം. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഭൗതികമായ ഒരു കാര്യസാധ്യം നേടിയില്ലെങ്കിലും, ഭൗതികമായതൊന്നും പ്രാപിച്ചില്ലെങ്കിലും ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ചിലർ പറയണം, എൻ്റെ ദർശനം ദൈവം എനിക്ക് മടക്കി തന്നു. സ്തോത്ര. ഒന്നുകൂടെ ദൈവത്തോട് അടുക്കാൻ എനിക്കിടയായി തീർന്നു. സ്തോത്ര. നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ജീവിതം ദൈവം എനിക്ക് മടക്കി തന്നു. നഷ്ടപ്പെട്ടു പോയ ആരാധന സ്വർഗം എനിക്ക് മടക്കി തന്നു. എവിടൊക്കെ നഷ്ടപ്പെട്ടോ ഈ ദിവസങ്ങളിൽ സ്വർഗം അത് മടക്കി തരുന്ന ദിനരാത്രങ്ങളാകേണ്ടായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്കറിയാമല്ലോ, യേശു കർത്താവ് തന്നെ പറയുന്ന ഒരു ഉപമയുണ്ട്. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നു. അതിൽ 1 നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. ബാക്കി 9 അവിടെ കയ്യിലുണ്ട്. സ്തോത്രം. നഷ്ടമൊന്ന, പക്ഷേ ആ നഷ്ടം വലുതായി അവൾ കണ്ടു. സ്തോത്രം. 1 നഷ്ടപ്പെട്ടുള്ളൂ. 9 നഷ്ടപ്പെട്ടെങ്കിൽ വലുതാണ്, പക്ഷേ 1 നഷ്ടപ്പെട്ടുള്ളൂ. ആ നഷ്ടം വലുതാണെന്ന് അറിഞ്ഞുകൊണ്ട് അവൾ ചില കാര്യങ്ങൾ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവം ഏൽപ്പിച്ച ചില ചെറിയതാണെങ്കിലും നഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ വലിയ വില വലുതാ. സ്തോത്രം. ആ നഷ്ടം വലുതാ. സ്തോത്രം. അവൾ നഷ്ടപ്പെട്ടത് മടക്കിയെടുക്കാൻ ചെയ്ത 3 കാര്യമുണ്ട്. 1, കെട്ടുകിടന്ന വിളക്ക് കത്തിച്ചു. സ്തോത്രം. എവിടെയോ കൂരിരുളിന്റെ അകത്ത് അവൾക്ക് നഷ്ടം സംഭവിച്ചു. കത്തിക്കൊണ്ടിരുന്ന വിളക്ക് എപ്പോഴോ കെട്ടുപോയി. അവൾ അതുകൊണ്ട് വിളക്ക് കത്തിക്കാൻ തുടങ്ങി. 1, ദൈവവൈതലേ, നഷ്ടപ്പെട്ട കൃപാവരങ്ങൾ പ്രാപിച്ചെടുക്കണമെങ്കിൽ, നഷ്ടപ്പെട്ട അഭിഷേകം പ്രാപിച്ചെടുക്കണമെങ്കിൽ, നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യം തിരിച്ചെടുക്കണമെങ്കിൽ 1 ഭക്തൻ വിളക്ക് കത്തിക്കണം. എവിടൊക്കെയോ മങ്ങിപ്പോയ ചില ആത്മീക തലമുണ്ട്. എവിടൊക്കെയോ കൂരുള്ളായി നിൽക്കുന്ന ചില ആത്മീക തലമുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 18ാമത്തെ രാത്രിയിൽ വിളക്കുകൾ കത്തിക്കുവാൻ, വിളക്കുകൾ പ്രകാശിക്കാൻ സ്വർഗം അവിടുന്ന് ഇടയാക്കട്ടെ. സ്തോത്രം.
2, വീട് മുഴുവനും അവൾ അടിച്ചു വാരാൻ തുടങ്ങി. സ്തോത്രം. വീടിൻ്റെ അകത്തൊരു ശുദ്ധീകരണം, വീടിൻ്റെ അകത്തൊരു ശുദ്ധീകരണം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ക്രാതലായ വിഷയം ശുദ്ധീകരണമാണ്. സ്തോത്രം. 1, 2, 3 ദിവസങ്ങളിലൊക്കെ അഥവാ പ്രാരംഭ സമയങ്ങളിലൊക്കെ അതിവിടെ സംജാതമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു വലിയ ശുദ്ധീകരണത്തോടെ എവിടെ ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വലിയ വിടുതലുകൾ നടന്നിട്ടുണ്ട്. ഈ ദിവസങ്ങൾ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. അടിച്ചു വാരേണ്ടത് അടിച്ചു വാരണം. എവിടൊക്കെയോ ആത്മമണ്ഡലത്തിൽ പൊടിപടലങ്ങൾ പറ്റിയിട്ടുണ്ട്, എവിടൊക്കെയോ ആത്മമണ്ഡലത്തിൽ മാലിന്യങ്ങൾ പറ്റിയിട്ടുണ്ട്. ബുദ്ധിയുടെ തലത്തിലും വാക്കിന്റെ തലത്തിലും സ്വഭാവത്തിലും പ്രവൃത്തിയിലും ഒക്കെ എവിടെയോ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത അശുദ്ധി പറ്റിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഒരു അടിച്ചു കഴുകൽ, ഒരു അടിച്ചു വാരൽ ആവശ്യമാണ്. നഷ്ടപ്പെട്ടത് മടക്കി വരുത്തണമെങ്കിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. വേദപുസ്തകത്തിന്റെ കാതലായ ഉപദേശം ശുദ്ധീകരണമാണ്. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകുവിൻ. അങ്ങനെയെങ്കിൽ ഭക്തനെ ഉപവാസ പ്രാർത്ഥന പിന്നാമ്പുറത്ത് ചലിക്കുന്ന ഒരു ശുദ്ധീകരണം ആവശ്യമാണ്, ഒരു വിശുദ്ധി ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രി ശുദ്ധീകരിക്കാൻ യേശു കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകാൻ തുടങ്ങി. സ്തോത്രം. ഓരോരുത്തരുടെ അടുത്ത് വന്ന് യേശു കർത്താവ് പാദം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പത്രോസിന്റെ അടുത്ത് വന്ന് യേശു അപ്പൻ പാദം കഴുകാൻ തുടങ്ങിയപ്പോൾ പത്രോസ് എടുത്തടിച്ച പോലെ പറഞ്ഞു, നീ എന്നെ കഴുകണ്ട. ഈ സമയത്ത് യേശു കർത്താവ് പറയുക, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്കെന്നോട് പങ്കില്ല. സ്തോത്രം. ഞാൻ നിന്നോട് കഴുകാഞ്ഞാൽ എനിക്ക് നിന്നോട് പങ്കില്ല. ഈ വാക്കിന്റെ മൂലഭാഷയിലെ അർത്ഥം ഇതാ, ഞാൻ നിന്നെ കഴുകിയെങ്കിൽ മാത്രമേ എനിക്ക് നിന്നോട് കൂട്ടായ്മയുള്ളൂ. സ്തോത്രം. ഇവിടുത്തെ കഴുകൽ വെള്ളം കൊണ്ടുള്ള കഴുകലല്ല, ഇവിടുത്തെ കഴുകൽ ശുദ്ധീകരണമാണ്. ശുദ്ധീകരിക്കാത്ത ഒരുവൻ എന്നോട് പങ്കില്ല. ഇന്ന് രാത്രി സ്നേഹത്തോട് ദൂത് കൈമാറാ. എത്ര വലിയ ചർച്ചയിലാണെങ്കിലും, എത്ര ആധുനിക ഉപകരണത്തിന്റെ അടിത്താളത്തിലായിരിക്കാമെങ്കിലും ഒരു കാര്യം ഉറപ്പാ, ശുദ്ധീകരണം പ്രാപിച്ചവന്റെ ആദരത്തിൽ നിന്ന് വരുന്നവന്റെ സ്തോത്രം മാത്രമേ സ്വർഗം അംഗീകരിക്കത്തുള്ളൂ. ആ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഇന്ന് രാത്രി ഒരു കഴുകൽ നടക്കട്ടെ. യേശുപ്പ എന്നെ കഴുകണ്ട. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്കെന്നോട് എന്തില്ലെന്നറിയാമോ? ഇന്ന് രാത്രി ദൈവിക കഴുകൽ പ്രാപിച്ചവന് മാത്രമേ കൂട്ടായ്മ ബന്ധം പുലർത്താൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ സന്ദേശത്തിന്റെ പ്രഥമ ഭാഗത്ത് ഒന്ന് പറയാമോ? കർത്താവേ, എന്നെ ഒന്ന് കഴുകണമേ. ഇന്ന് രാത്രി കഴുകുവാൻ ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. യേശുവിന്റെ രക്തത്തിൽ കൂടെയുള്ള ശുദ്ധീകരണം. കരങ്ങളെ ഒക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് അല്പസമയം സ്തോത്രം ചെയ്താട്ട്. എത്ര വലിയ കടുംചുവപ്പായ ഭാവമാണെങ്കിലും, എത്ര അശുദ്ധനാണെങ്കിലും കഴുകുന്ന ഒരു നല്ല കർത്താവ് ഇതിന്റെ അകത്താഗതനായിട്ടുണ്ട്. കൃപ പ്രാപിച്ചവൻ അതരങ്ങളെ തുറന്ന് സ്തോത്രം ചെയ്താട്ട് കഴുകുവാൻ ഒരാൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എന്റെയും നിങ്ങളുടെയും അകർച്ചങ്ങളെ കഴുകുവാൻ ഒരാൾ ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം. ശുദ്ധീകരണത്തിന് വേദപുസ്തകത്തിൽ വിവിധ തലത്തിലുള്ള പ്രക്രിയ ഒരുക്കുന്നത്. ഒന്ന്, യേശുവിൻ്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നതാ. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാ. സ്തോത്രം. നൂറ്റാണ്ടുകൾക്ക് മുൻപ്, ഇന്നേക്ക് 2000 വർഷത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് തലയോടിടമെന്നർത്ഥമുള്ള ഗോൽഗോത്തായിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ 3 ആണിമേൽ എൻ്റെ ദൈവമേ എന്ന് നിലവിളിച്ചുകൊണ്ട് സ്വന്തം അവളോട് ചലയാഴ്ച പ്രാണനെ വിട്ട് അവന്റെ വിലാപ്പുറം കുത്തി തുറന്ന് പുറത്തു വന്ന ചങ്കിലെ ചോര ഇന്നും മാനവകുലത്തെ ശുദ്ധീകരിക്കുന്നതാ. മാനവകുലത്തെ ശുദ്ധീകരിക്കുന്നത്. ആ സ്തോത്രം. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സമാപനം സമയത്ത് ആശീർവാദം പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിച്ചു, പാസ്റ്ററെ, 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് സ്തോത്രം ഹല്ലേലൂയ ഒരു മനുഷ്യൻ കാൽവറിയിൽ ഹല്ലേലൂയ ക്രൂശിക്കപ്പെട്ടു. അവന്റെ രക്തം, ഒരു മനുഷ്യൻ, ആ പദം ഉപയോഗിച്ചത്, ഒരു മനുഷ്യൻ കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ടു. അവന്റെ രക്തം ഇന്നും നമ്മെ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞാൽ അത് വിരോധാഭാസമല്ലേ? അതെത്ര ഫലശൂന്യമായ കാര്യമാണ്. ഒരു മനുഷ്യന്റെ രക്തം ഇന്നും മാനവകുലത്തെ ശുദ്ധീകരിക്കുമോ? അതെത്ര മണ്ടത്തരമാ, ഭോഷത്തരമാ എന്നോട് ചോദിച്ചു. അതിന്റെ മറുപടി കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ തന്നൊരു ദൂത് ഇങ്ങനെയാ. 2000 ചില്ലുവാനം വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയുടെ മലമുകളിൽ ഒരു മനുഷ്യനല്ല മരിച്ചത്, അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചവൻ, ആഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിരിട്ടവൻ, എന്റെയും നിങ്ങളുടെയും ദുരൂപണകളെ ദൂരത്തെറിയുന്ന സർവശക്തനായ ദൈവം വചനം ജഡമായി
ഭാഗമായി കാൽവരി കുലകളത്തിലേക്ക് കയറി. ആയിരക്കണക്കിന് ആളുകൾ അക്കാലങ്ങളിൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ രക്തമൊന്നു മാനവകുലത്തിന്റെ പാപത്തിന് മോചിക്കാൻ കഴിയുമ്പോൾ യേശു കർത്താവ് നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നു. സ്തോത്രം, സ്തോത്രം. ക്രൂശിലേക്ക് നോക്കാമോ? മൂന്ന് പേരെ നമുക്ക് അവിടെ കാണും. ക്രൂശിലേക്കൊന്ന് തുറിച്ച് നോക്കിക്കേ. 3 പേർ ഒരേ സമയത്ത് ക്രൂശിക്കപ്പെട്ടു. അവർ 3 പേരും വിളിച്ചു പറയുന്നൊരു സന്ദേശമുണ്ട്. ഒരു കള്ളൻ വിളിച്ചു പറയുന്നുണ്ട്, യേശുവിനെ ത്യജിക്കുകയാ, യേശുവിനെ ത്യജിക്കുകയാ. യേശുവിനെ ത്യജിക്കുന്ന ഒരു കള്ളൻ. ഹല്ലേലൂയ. നീ നിന്നെ തന്നെ രക്ഷിക്ക്, ഞങ്ങളെ കൂടെ രക്ഷിക്ക്, നീ നിന്നെ തന്നെ രക്ഷിക്ക്, അതിനുശേഷം ഞങ്ങളെയും രക്ഷിക്ക്. ത്യജിക്കുന്ന ക്രൂശ്. സ്തോത്രം. അടുത്ത ക്രൂശിലേക്കൊന്ന് നോക്ക്. ആ ക്രൂശിൽ കരയുന്ന ഒരു പ്രിയപ്പെട്ടവൻ, യേശുവേ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. 1 ത്യജിക്കുന്ന ക്രൂശ്, 2 ഹല്ലേലൂയ അനുതപിക്കുന്ന ക്രൂശ്, 3-ാമത്തെ ക്രൂശിലേക്ക് നോക്ക്, കരഞ്ഞടുത്തു ചെല്ലുന്നവരെ സ്വീകരിക്കുന്ന ക്രൂശ്. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഇന്ന് ലോകത്ത് സംഭവിക്കുന്ന 3 കാര്യം ഇതാ. ചിലർക്കൊക്കെ യേശുവിനെ വേണ്ട, ത്യജിക്കുന്നവരായി തീരുകയാ. അപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകൾ നിറകണ്ണുകൊണ്ട് യേശുവേ നീ രാജ്യത്തെ പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമെന്ന് നിലവിളിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ. അപ്പോൾ തന്നെ നിലവിളിയുടെ ശബ്ദം ഉയരുമ്പോൾ മറുപടിയായി, ഇന്ന് നീ എന്നോടുകൂടെ ഹല്ലേലൂയ പറുദീസയിലിരിക്കും. സ്തോത്രം. ശുദ്ധീകരണത്തിന്റെ 3-ാമത്തെ തലം, 1 കെട്ടുകിടന്ന വിളക്ക് കത്തണം. സ്തോത്രം. 2-ാമത് അടിച്ചു വാരണം. വലിയൊരു ശുദ്ധീകരണം. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും ഈ ശുദ്ധീകരണം ആവശ്യമാണ്. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണാൻ കഴിയയില്ല. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ശുദ്ധീകരണം പ്രാപിച്ചവർക്ക് മാത്രമേ നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. അവിടെ യാതൊരു അശുദ്ധനുമില്ല. ഇവിടെ പാടിയേക്കാം, ഇവിടെ പ്രാർത്ഥിച്ചേക്കാം, ഇവിടെ കൈകൊട്ടിയേക്കാം, ഇവിടെ വർഷിപ്പ് ലീഡ് ചെയ്തേക്കാം, ഇവിടെ പ്രസംഗിച്ചേക്കാം, കാര്യങ്ങൾ ശരിയാ. പക്ഷെ ശുദ്ധീകരണം പ്രാപിക്കാത്ത ഒരുത്തനും തേജസ്കരണം സംഭവിക്കത്തില്ല. ഉറപ്പുള്ള ദൈവമക്കൾ എന്നോടൊപ്പം ആ കരകളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ട് ഈ 18-ാമത്തെ രാത്രിയിലും ശുദ്ധീകരണം പ്രാപിപ്പാൻ ദൈവാത്മാവ് പ്രേരിപ്പിക്കുകയാണ്. സ്തോത്രം. യേശുവിൻ്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്ന. 2, യേശുവിൻ്റെ സ്പർശനം നമ്മെ ശുദ്ധീകരിക്കുക. യേശു തൊട്ടാൽ ശുദ്ധീകരണം പ്രാപിക്കും. ശുദ്ധീകരണം പ്രാപിക്കും. ഇന്ന് രാത്രി ഈ സന്ദേശം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒന്ന് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ ഇന്ന് രാത്രി എന്നെ ഒന്ന് തൊടണമേ, എന്നെ ഒന്ന് തൊടണം. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം, എന്നെ ഒന്ന് സൗഖ്യമാക്കണം, എന്നെ സൗഖ്യമാക്കണം. അക്കാലത്ത് കുഷ്ഠരോഗികൾ ശാപത്തിന്റെ അടയാളമാണ്. അക്കാലത്ത് കുഷ്ഠരോഗികൾക്ക് സമൂഹത്തിൽ സ്ഥാനമില്ല. കുഷ്ഠരോഗികൾക്ക് റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല, ആളുകളുമായി സംബന്ധപ്പെടാൻ പറ്റത്തില്ല. അവന്റെ അപ്പനും അമ്മയും ഇട്ട പേര് നാട്ടുകാരവനെ വിളിക്കത്തില്ല. നല്ല പേരിന്റെ ഉടമസ്ഥന, നല്ല പേരുണ്ട്, നല്ല സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ദേശത്തിലെ ഉന്നത പൗരന്റെ മകനായിരിക്കാം, അപ്പനും അമ്മയും ഇട്ട പേരുണ്ടായിരിക്കാം. പക്ഷേ നാട്ടുകാരും ഉലകം മുഴുവനും അവന്റെ കണ്ണെ നോക്കി വിളിക്കുന്ന ഒരു പേരുണ്ട്, നീ കുഷ്ഠരോഗിയാ. കുഷ്ഠരോഗി വരുന്നു, കുഷ്ഠരോഗി നീ മാറ്, കുഷ്ഠരോഗി അറപ്പുളവാക്കുന്ന പേര് വിളിച്ചുകൊണ്ട് നാട്ടുകാർ അവന്റെ പിന്നാമ്പുറത്ത് ചെല്ലുമ്പോൾ അപ്പന്റെ പേര് വിളിക്കാതെ, അമ്മയിട്ട പേര് വിളിക്കാതെ, അവന്റെ ഓമന പേര് വിളിക്കാതെ, സമൂഹം അറക്കുന്ന, സമൂഹം വെറുക്കുന്ന കുഷ്ഠരോഗി എന്ന പേര് വിളിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ പാഞ്ഞു ചെല്ലുമ്പോൾ ആ മനുഷ്യൻ യേശുവിന്റെ അടുത്തേക്ക് വന്നു. ഇന്ന് രാത്രി ഇതിൽ നിന്നൊരു ദൂത് കൈമാറാനുണ്ട്. ആരെല്ലാം നിന്നെ അറുത്താലും, ആരെല്ലാം നിന്നെ വെറുത്താലും, അറപ്പുളവാക്കുന്ന വാക്ക് പറഞ്ഞാലും സ്വീകരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നിന്നെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. യേശുവിന്റെ അടുത്തേക്ക് ആ കുഷ്ഠരോഗി അടുത്തു വന്നു. സമൂഹത്തിൽ ആർക്കും ആ കുഷ്ഠരോഗിയെ സ്വീകരിക്കാൻ മനസ്സില്ല. സമൂഹത്തിൽ ആരും കുഷ്ഠരോഗിയെ അടുത്തു നിർത്താൻ അനുവദിക്കത്തില്ല, കുഷ്ഠരോഗിയോട് സംസാരിക്കാൻ അനുവദിക്കത്തില്ല, കുഷ്ഠരോഗിയുമായി ബന്ധം പുലർത്താൻ അനുവദിക്കത്തില്ല. പക്ഷേ യേശു അവന്റെ വാക്കു കേട്ടു, യേശു അവന്റെ സമീപത്ത് ചെന്നു, യേശു അവന്റെ ശബ്ദം കേട്ടു. ക്ഷണത്തിൽ യേശു അവനെ തൊട്ടു, എന്നിട്ട് പറഞ്ഞു ശുദ്ധമാകാ. ഇന്ന് രാത്രി തൊടുന്ന ഒരു കരം ഇതിന്റെ അകത്ത് ചലിച്ചു കൊണ്ടിരിക്കുകയാ. ഈ ആലയത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്പർശിക്കുന്ന കരം
ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ട് ഈ കരം നിന്നെ ശുദ്ധമാക്കുക മാത്രമല്ല, അധ്യക്ഷ പ്രസംഗത്തിൽ ദൈവദാസൻ പറഞ്ഞല്ലോ, ഈ കരം നിന്നെ സൗഖ്യമാക്കുന്ന കരം. അല്പസമയം സ്തോത്രം ചെയ്താട്ട് ഇന്ന് രാത്രി ഈ കരം ഒന്ന് തൊടാൻ പോകുക, ചില മേഖലകളിൽ തൊടാൻ പോകുക. അല്ലെങ്കിൽ ഊമനും വിക്കനുമായ ഒരു ചെറുപ്പക്കാരന്റെ കാതിലേക്ക് അവന്റെ കരമൊന്ന് തൊട്ടിട്ട് തുറന്നു വരിക. ഇന്ന് രാത്രി സൗഖ്യമാക്കുന്ന കരം. ആത്മകണ്ണുള്ള ദൈവമക്കൾ ആ കണ്ണുകൊണ്ടൊന്ന് ദർശിച്ചാട്ട് നിന്നെ സൗഖ്യമാക്കാൻ തൊടുന്ന ഒരു കരം, സ്പർശിക്കുന്ന ഒരു കരം, തൊടുന്ന ഒരു കരം, സ്പർശിക്കുന്ന ഒരു കരം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്നതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. താങ്ക് യു ജീസസ്. സമയം അതിവേഗം ഓടിപ്പോകുന്നല്ലോ. സ്തോത്രം. ഇവളൊന്ന് കെട്ടുകിടന്ന വിളക്ക് കത്തിച്ചു. ഈ ദിവസങ്ങൾ ഉപവാസപ്രാർത്ഥന കഴിയുമ്പോൾ ചില വിളക്കുകൾ കത്തണം, ചില വിളക്കുകൾ കത്തണം. മങ്ങിക്കത്താൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, ഇരുളടഞ്ഞു കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കെട്ടയൊരു വിളക്കിന്റെ ഉടമസ്ഥനായി PMG ചർച്ചിൽ ഇരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തണ്ടിന്മേൽ പ്രകാശിക്കുന്നത് പോലെ ഇന്ന് രാത്രിയിൽ പ്രകാശിക്കത്തക്കവണ്ണം. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഇന്ന് രാത്രി ഞാൻ ഉറപ്പായി പറയാം, ഒരു വചന വെളിപ്പാട് ദൈവം എനിക്ക് തരുന്നു. നീ വിളക്കൊരുക്കിയാൽ എണ്ണ പകരാൻ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, എണ്ണ പകരാൻ ഒരാൾ വന്നിട്ടുണ്ട്. സാധാരണ എണ്ണയല്ല, ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ പകരാൻ ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്, ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആളി കത്തത്തക്കവണ്ണം, നിരന്തരം കത്തിക്കത്തക്കവണ്ണം എണ്ണ പകരാൻ ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഏൽപ്പിച്ചു കൊടുത്താട്ട് സ്തോത്രം. രണ്ട്, നഷ്ടപ്പെട്ടത് തിരിച്ചു പ്രാപിക്കണമെങ്കിൽ ഒരു അടിച്ചുവാരൽ, ആ ഭാഗമാണ് ചിന്തിച്ചു വന്നത്. ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. സമസ്ത മേഖലയ്ക്കകത്തും ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. എല്ലാ മേഖലയ്ക്കകത്തും ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. സ്തോത്രം. ദൈവമക്കൾ കേവലം ഒരു ബ്രാക്കറ്റ് കാലഘട്ടത്തിലെ ശുദ്ധീകരണമല്ല, എല്ലാ മേഖലയ്ക്കകത്തും ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. അവൾ അടിച്ചുവാരി. മൂന്നാമത്തെ പദം വേദപുസ്തകം ഒടുങ്ങി. അവൾ തുറിച്ച് സൂക്ഷിച്ച് ശ്രദ്ധയോടെ എന്ത് ചെയ്യുന്നറിയാമോ? ഒന്ന് നോക്കി. അവൾക്കറിയാം എവിടെയാ നഷ്ടപ്പെട്ടത്. സ്തോത്രം. ശ്രദ്ധിച്ചു നോക്കി നഷ്ടപ്പെടാനുള്ള കാരണം എന്താ, നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്താ? അവക്കറിയാം ഈ 10 ദ്രഹ്മയിൽ ഒരു ദ്രഹ്മ നഷ്ടപ്പെട്ടാൽ അന്നത്തെ യഹൂദ പശ്ചാത്തലം അനുസരിച്ച് അവിടെ വിവാഹം നടക്കത്തില്ല. അവിടെ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട ഒരു പെങ്കൊച്ച. സ്തോത്രം. ആ പെങ്കൊച്ചിന് മണവാളൻ 10 ദ്രഹ്മ കൊടുത്തു. സ്തോത്രം. കല്യാണ ദിവസം സുരക്ഷിതമായി സൂക്ഷ്മതയോട് ഇത് തിരിച്ചേൽപ്പിക്കേണ്ടതാ. പക്ഷേ ഒന്ന് നഷ്ടപ്പെട്ടാൽ വിവാഹം നടക്കത്തില്ലെന്ന് അവക്കറിയാം. അതുകൊണ്ട് അവൾ ശ്രദ്ധയോടെ നോക്കാൻ തുടങ്ങി. അയ്യോ, ഒന്ന് നഷ്ടപ്പെട്ടല്ലോ, എൻ്റെ വിവാഹം നടക്കാൻ സാധ്യതയില്ലല്ലോ. ഒന്ന് നഷ്ടപ്പെട്ടല്ലോ, എൻ്റെ വിവാഹം നടക്കാൻ സാധ്യതയില്ലല്ലോ. ശ്രദ്ധയോടെ നോക്കി. ഈ ദിവസങ്ങളിൽ ദൈവം തന്ന താലന്തുകൾ നഷ്ടപ്പെടാനുള്ള കാരണം ദൈവമക്കൾ തിരിച്ചറിയണം. സ്തോത്രം. എന്തു കാരണം കൊണ്ടാണ് എൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടത്? എന്ത് കാരണം കൊണ്ടാണ് എൻ്റെ ദർശനം നഷ്ടപ്പെട്ടത്? എന്ത് കാരണം കൊണ്ടാണ് എൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടത്? എന്ത് കാരണം കൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ആകാത്ത കൂട്ടുകെട്ടാണെങ്കിൽ ഇന്ന് രാത്രി അതിനോട് വിട പറയണം. വ്യർത്ഥ വാക്കുകളാണെങ്കിൽ ഇന്ന് രാത്രി അതിനോട് വിട പറയണം. ആകാത്ത കൊടുക്കവാങ്ങലുകളാണെങ്കിൽ ഇന്ന് രാത്രി അതിനോട് വിട പറയണം. ആകാത്ത സംബന്ധങ്ങളാണെങ്കിൽ ഇന്ന് രാത്രി അതിനോട് വിട പറയണം. ചില ബന്ധങ്ങൾ നമ്മുടെ ആത്മീക കൃപാവരങ്ങൾ നഷ്ടപ്പെടുത്തും. ചില കൊടുക്കവാങ്ങലുകൾ നമ്മുടെ കൃപാവരങ്ങൾ നഷ്ടപ്പെടുത്തും. ചില ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ നമ്മുടെ കൃപാവരങ്ങൾ നഷ്ടപ്പെട്ടു. ചില വാക്കുകൾ, ചില വാചകങ്ങൾ, ചില പ്രസ്താവനകളൊക്കെ നമ്മുടെ കൃപാവരങ്ങൾ നഷ്ടപ്പെട്ടു പോകും. എന്തു കാരണം കൊണ്ടാണ് ദൈവം തന്ന കൃപ നഷ്ടപ്പെട്ടെന്ന് ഈ രാത്രി തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. അവൾക്കൊരു കാര്യം മനസ്സിലായി. എന്ത് കാരണം കൊണ്ട്? അവൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ചു നോക്കി. 3 കാര്യം ചെയ്തു. കെട്ടുകിടന്ന വിളക്ക് കത്തിച്ചു. ഒരു വലിയ ശുദ്ധീകരണത്തിലേക്ക് നയിക്കപ്പെട്ടു. അവൾ സൂക്ഷ്മതയോടെ നോക്കാൻ തുടങ്ങി. പരിണിത ഫലം എന്താണെന്നറിയാമോ? നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മ അവൾക്ക് എന്ത് ചെയ്യുന്നറിയാമോ? ഈ ദിവസങ്ങൾ എവിടൊക്കെയോ ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ച് രാത്രിയുടെ യാമങ്ങളിൽ ദർശനം കാണുമായിരുന്നല്ലോ.
ഇന്ന് അത് കാണുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടെന്ന. സ്തോത്രം. ദൈവശബ്ദം ചില നാളുകൾക്ക് മുമ്പ് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ, ഈ ദിവസങ്ങളിൽ അത് കേൾക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു എന്ന. സ്തോത്രം. ദീർഘനേരം മുഴങ്കാലം അടക്കി പ്രാർത്ഥിക്കുമായിരുന്നല്ലോ, ഇന്ന് അതിൻ്റെ ക്രമീകരണം ഒരുക്കുന്നില്ലെങ്കിൽ ആ കൃപ നഷ്ടപ്പെട്ടെന്ന. സ്തോത്രം. ഹല്ലേലൂയ. അനേകർക്ക് ട്രാക്റ്റുകൾ കൊടുക്കുമെന്നുള്ള ഒരു ദൗത്യം കഴിഞ്ഞ നാളുകൾ ഉണ്ടായിരുന്നല്ലോ, ഇന്ന് അതില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടെന്ന. സ്തോത്രം. അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നല്ലോ, ഇന്ന് അതില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ട ഒരു കണക്കും കൊണ്ട് ദൈവസന്നിധി നിൽക്കാൻ പറ്റത്തില്ല. നഷ്ടപ്പെട്ട ഒരു തലം കൊണ്ട് ദൈവസന്നിധി നിൽക്കാൻ പറ്റത്തില്ല. ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ എവിടൊക്കെയോ നഷ്ടപ്പെട്ടത് അതൊക്കെ തിരിച്ചു പ്രാപിപ്പാനുള്ള സമയമാ. മോശയുടെ കൈവശം കൊടുത്ത കൽപ്പലക താൻ തന്നെ ഉടച്ചു പൊട്ടിച്ചു, എറിഞ്ഞു പൊട്ടിച്ചു. പരിണിത ഫലമായി രണ്ടാമത് മോശയോട് പറഞ്ഞു, മോശേ, നീ വീണ്ടും എൻ്റെ സന്നിധി വന്നിരിക്കണം. നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഞാൻ മടക്കി തരാം. നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് മടക്കി തരാം. ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടത് പ്രാപിച്ചെടുക്കുന്ന ദിനരാത്രങ്ങളാകട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. വേഗത്തിൽ നമുക്ക് ദൈവവചന ചിന്തയിലേക്ക് ഇറങ്ങാം. ഇന്ന് രാത്രികാലത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം 6-ാമത്തെ വാക്യം. കഴിഞ്ഞ പകൽ ചിന്തിച്ചതിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് കയറണമെന്ന് എനിക്ക് അതിയായി താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അല്പസമയം കർത്താവിൻ്റെ ദാസൻ ജോസ് പാസ്റ്റർ ഭവനത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു ദൈവശബ്ദവും കഴിഞ്ഞ നാളുകൾ ദൈവം തന്ന ഒരു ആലോചനയുമാണ് ഇന്ന് രാത്രി പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാര്യം നമ്മൾ കർത്താവിൻ്റെ വരവിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. 62-ാം അധ്യായം 6-ാമത്തെ വാക്യം. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. മതി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിൻ്റെ വരവിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്ന. സ്തോത്രം. അതിൻ്റെ അർത്ഥം ഒരുങ്ങാനുള്ള ഒരു കാലഘട്ടമാണ്. ഞാനും നിങ്ങളും ഒരുങ്ങാനുള്ള ഒരു കാലഘട്ടം. ഒരുങ്ങിയേ പറ്റത്തുള്ളൂ. സ്തോത്രം. എന്തിനു വേണ്ടി ഒരുങ്ങണം? കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങണം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞാനും നിങ്ങളും ഒരുങ്ങണം. സ്തോത്രം. നമ്മൾ ഒരുങ്ങുക എന്ന് പറയുമ്പോൾ വീടിന് പെയിൻ്റ് അടിച്ചിട്ട് കാര്യമില്ല, നല്ല കാറ് വാങ്ങിച്ചിട്ടൊന്നും കാര്യമില്ല, കുറച്ച് നല്ല വസ്തുക്കൾ വാങ്ങിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കിയെടുക്കണം. നമ്മുടെ കാർ നമുക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല, നമ്മുടെ വീട് നമുക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല, നമ്മുടെ മറ്റൊരു ക്രമീകരണവും നമുക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് നമ്മുടെ ശരീരത്തെയാണ് കൊണ്ടുപോകാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ നാം എല്ലാവരും നമ്മുടെ ശരീരത്തെ ഒരുക്കുവാൻ കർത്താവ് അവിടുന്ന് കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വേദപുസ്തകത്തിൽ ദൈവമക്കളെ പലതിനോടും ഉപമിച്ചിട്ടുണ്ട്. പൗലോസ് കേട്ട ആദ്യ ദൈവശബ്ദത്തിങ്കൽ അനനിയാസ് എന്ന് പറയുന്നൊരു പ്രവാചകൻ തൻ്റെ തലമേൽ കൈവച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തേക്കുന്ന ഒരു പാത്രമാണ്. ജാതികൾക്കും യഹൂദന്മാർക്കും രാജാക്കന്മാരുടെ മധ്യത്തിൽ എൻ്റെ നാമത്തെ വഹിക്കാനായി ഞാൻ നിന്നെ തെരഞ്ഞെടുത്തേക്കുന്ന ഒരു പാത്രമാണ്. അന്നേരം പൗലോസിനോടുള്ള ബന്ധത്തിൽ പാത്രത്തോടാണ് പൗലോസിനെ ഉപമിച്ചിരിക്കുന്നത്. സ്തോത്രം. നല്ല കൃഷിക്കാരനോട് ദൈവമക്കളെ ഉപമിച്ചിട്ടുണ്ട്. സ്തോത്രം. ഓട്ടക്കളത്തിൽ ഓടി ബിരുദ പ്രാപിക്കുന്ന നല്ലൊരു ഓട്ടക്കാരനോട് ദൈവമക്കളെ ഉപമിച്ചിട്ടുണ്ട്. സ്തോത്രം. ദ്വന്ദ്വയുദ്ധം ചെയ്യുന്ന ഒരു കായിക അഭ്യാസി, നിയമങ്ങളെല്ലാം പാലിച്ച് നിയമങ്ങളൊട്ടും തെറ്റിക്കാതെ നന്നായി അഭ്യാസം ചെയ്യുന്ന ഒരു അഭ്യാസിയോട് ദൈവമക്കളെ ഓർപ്പിച്ചിട്ടുണ്ട് അഥവാ ഉപമിച്ചിട്ടുണ്ട്. പലതരത്തിൽ ദൈവമക്കളെ ഉപമിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവമക്കളെ ഉപമിച്ചിരിക്കുന്ന ഒരു ഉപമയാണ് കാവൽക്കാരൻ എന്നുള്ളത്. സ്തോത്രം. അന്നേരം ഈ വാക്യം അങ്ങനെ തന്നെ നമുക്ക് കയറി മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം പ്രവാചകനോട് പറഞ്ഞു, യെരൂശലേമിന്റെ മതിലുകളിന്മേൽ ഒരു കാവൽക്കാരനെ എന്ത് ചെയ്യണം? ആക്കണം. നമ്മൾ കാവൽക്കാരനാ. ഞാനും നിങ്ങളും കാവൽക്കാരനാ. ഒന്നുകൂടെ പറഞ്ഞേ, ഞാനും നിങ്ങളും കാവൽക്കാരനാ. സ്തോത്രം. നമ്മൾ കേവലം ഒരു വിശ്വാസി സ്റ്റൈലിൽ ഇരിക്കേണ്ടവരല്ല. നമ്മൾ ഒരു കാവൽക്കാരൻ്റെ ദൗത്യം ചെയ്യണം. കാവൽക്കാരൻ്റെ ദൗത്യം എന്താണ്? എവിടെയാണ് നമ്മൾ കാവൽ ചെയ്യേണ്ടത്? ഈ 3 കാര്യങ്ങൾ വേഗത്തിൽ ഓർപ്പിച്ച് ഞാൻ നിർത്താൻ താല്പര്യപ്പെടുകയാണ്. ആ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. മതിലിന്റെ മേലുള്ള കാവൽക്കാരനാ. സ്തോത്രം. സാധാരണ ഒരു വീടിന്റെ കാവൽക്കാരനല്ല, ഏതെങ്കിലും വ്യവസായശാലയുടെ കാവൽക്കാരനല്ല,
ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ കാവൽക്കാരനല്ല, മതിലിൻ്റെ മുകളിൽ വെച്ചേക്കുന്ന ഒരു കാവൽക്കാരൻ. നമുക്കറിയാമല്ലോ, 600-ലധികം നാട്ടുരാജ്യങ്ങൾ ഭരിച്ച ഒരു രാജ്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. സ്തോത്രം. അനേക നാട്ടുരാജാക്കന്മാർ അന്ന് രാജ്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മതിലുകൾ കെട്ടി സൂക്ഷിക്കുമായിരുന്നു, വലിയ വലിയ കോട്ടകൾ കെട്ടി സൂക്ഷിക്കുമായിരുന്നു. ഈ കോട്ടയുടെ മുകളിൽ ചെറിയൊരു വീട് വെക്കും, ചെറിയ ഒരു കൂമ്പാരം പോലെയുള്ള ചെറിയ വീടുകൾ. സ്തോത്രം. അതിൻ്റെ അകത്ത് ഒത്തിരി മുറിയൊന്നും കാണത്തില്ല, ഒരു ചെറിയ ഇടുങ്ങിയ മുറി മാത്രമേ കാണത്തുള്ളൂ. ആ മുറിയുടെ പേരാണ് കാവൽപ്പുര. ഈ വലിയ മതിലിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ആ ചെറിയ വീടിൻ്റെ പേരാ കാവൽപ്പുര. അവിടെ താമസിക്കുന്നത് ആരാന്നറിയാമോ? കാവൽക്കാരനാ. ഉയർന്ന കോട്ടയുടെ മുകളിൽ, ഉയർന്ന മലയുടെ മുകളിൽ ചെറിയ ഗോപുരം പോലെയുള്ള ചെറിയ ചെറിയ റൂമുകൾ. സ്തോത്രം. അതിന് വലിയ വിശാലത കാണത്തില്ല, ഒത്തിരി മുറികളൊന്നും കാണത്തില്ല, ഒരു മുറിയെ കാണത്തുള്ളൂ. അതിൻ്റെ ആ വീടിൻ്റെ പേരാ കാവൽപ്പുര. 4 ഭാഗത്തും ഇങ്ങനത്തെ കാവൽപ്പുരകൾ കാണാം. സ്തോത്രം. ഈ രാജ്യം പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ കാവൽക്കാരൻ അവിടെയാക്കി വെക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി സന്ദേശം കൈമാറുക, ഞാനും നിങ്ങളും കാവൽക്കാരനാ. സ്തോത്രം. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുകയാ. ഈ തിരുവനന്തപുരം പട്ടണത്തിൽ നിങ്ങളെ ദൈവം അടിസ്ഥാനം ഉറപ്പിച്ച് താമസിക്കുമ്പോൾ ഈ പട്ടണത്തിന്റെ കാവൽക്കാരന് അക്കരകളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഈ ദേശത്തിന്റെ കാവൽക്കാരനാ, ഈ ദേശത്തിന്റെ കാവൽക്കാരനാ. PMG ചർച്ചിൽ വന്ന് സഭായോഗം കൂടി പാസ്റ്റർക്ക് ദശാംശം കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്ത് പോകാനല്ല ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ഈ പട്ടണത്തിൻ്റെ കാവൽക്കാരനാ. സ്തോത്രം. ഈ പട്ടണത്തിൻ്റെ കാവൽക്കാരായി എന്നെയും നിങ്ങളെയും സ്വർഗം കണ്ടിരിക്കുകയാ. സ്തോത്രം. അങ്ങനെ കാവൽക്കാരനാകണമെങ്കിൽ നാം എന്തു ചെയ്യണം എന്ന ഭാഗം ആദ്യം ചിന്തിക്കും. സമയമനുസരിച്ച് നാം ആർക്കൊക്കെ കാവൽ ചെയ്യണം എന്നൂടെ ചിന്തിക്കും. സ്തോത്രം. നമ്മൾ കാവൽക്കാരനാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? 6-ാമത്തെ വാക്യം വായിക്കാമോ? 21. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അതെ. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളവും. വാക്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച്. 21-ന്റെ 6-ാമത്തെ വാക്യമാണ്. ഒന്നുകൂടെ വായിക്കാമോ വാക്യം? 21-ന്റെ 6. യെശയ്യാവ് 21-ന്റെ 6. യെശയ്യാവ് 21-ന്റെ 6. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായം 6-ാമത്തെ വാക്യം. കർത്താവിനോട് നീ ചെന്ന് ഒരു കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക. അടുത്തത്, അവൻ കാണുന്നത് അറിയിക്കട്ടെ. അവൻ കാണുന്നത് അറിയിക്കട്ടെ. ഈരണ്ടായി വരുന്ന കുതിരപ്പടയെ കാണുന്നത് അറിയിക്കട്ടെ. നമുക്ക് കയറി പോകാം. നീ കാവൽക്കാരനാക്കി വെക്കുമ്പോൾ അവൻ ചിലത് കാണും. കാവൽപ്പുരയ്ക്കകത്താണ് നിൽക്കുന്നത്. ഒരു വലിയ സമൂഹത്തിൻ്റെ മധ്യത്തിൽ, ഒരു വലിയ ഗ്രൂപ്പിൻ്റെ മധ്യത്തിൽ, ഒരു ഉയർന്ന സ്ഥലത്ത് ദൈവനെ ആക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പേര് കാവൽപ്പുരയെന്ന. ആ കാവൽപ്പുരയ്ക്കകത്ത് നിന്ന് നോക്കുമ്പോൾ അവൻ കാണണം ചിലത്, അവൻ കാണണം. സ്തോത്രം. കാവൽപ്പുരയ്ക്കകത്താക്കി വെച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവൻ കാഴ്ചപ്പാടുള്ളവനായിരിക്കണം. അതിൻ്റെ അകത്ത് മയങ്ങിയിരിക്കാനല്ല, അതിൻ്റെ അകത്ത് ഉറങ്ങിയിരിക്കാനല്ല, അതിൻ്റെ അകത്ത് അലസതയോടെ ഇരിക്കാനല്ല. അവൻ ശ്രദ്ധയോടെ നോക്കണം, ശ്രദ്ധയോടെ നോക്കണം. ഇന്ന് രാത്രി ദൈവാത്മാവ് ഒരു ദൂത് പറയുന്നത്, നിന്നെ കാവൽപ്പുരയ്ക്കകത്താക്കിയതെങ്കിൽ ചിലതിന്മേൽ നീ ശ്രദ്ധ ചെലുത്തണം, ചിലതിന്മേൽ നിന്റെ കണ്ണ് പാഞ്ഞു ചെല്ലണം, ശ്രദ്ധയുള്ളവനായി തീരണം. ദൈവഭക്തന്റെ കണ്ണിന്റെ മുൻപിൽ വരുന്നത് യാദർച്ഛികമായ ഒന്നല്ല. ദൈവഭക്തന്റെ കണ്ണിൽ മുൻപിൽ വരുന്നത് ഹല്ലേലൂയ ഒരു യാദർച്ഛിക സംഭവമല്ല. അതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ആ കരകളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ആശയം വിവരിക്കാം. ഭക്തനെ, നിന്റെ കണ്ണിന്റെ മുൻപിൽ വരുന്ന സംഭവങ്ങളും നമ്മുടെ കണ്ണിന്റെ മുൻപിൽ വരുന്ന ഹല്ലേലൂയ കാഴ്ചകളൊന്നും യാദർച്ഛികമല്ല. അതിൻ്റെ പിന്നിൽ ദൈവത്തിന് എന്തോ ഉദ്ദേശമുണ്ട്. സ്തോത്രം. അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ കണ്ണിന്റെ മുമ്പിൽ വരുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട്. ആരെങ്കിലും നിന്റെ കൂടാരത്തിൽ വന്നാൽ അവരെ ദൈവം അയച്ചതാണെന്ന് കരുതണം. ഹല്ലേലൂയ. എന്തെങ്കിലും സംഭവങ്ങൾ കണ്ടാൽ ഇതിൻ്റെ പിന്നിൽ ചലിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. നീ ശ്രദ്ധയോടെ നോക്കണം. നിന്നെ എവിടെ ആക്കി വെച്ചിരിക്കുന്നത് ശ്രദ്ധയോടെ കാണാനാ. നിന്റെ കണ്ണിന്റെ മുമ്പിൽ ചിലത് കാണും, നിന്റെ കണ്ണിന്റെ മുമ്പിൽ ചിലത് കാണും, നിന്റെ കണ്ണിന്റെ മുമ്പിൽ ചിലത് കാണും. ശ്രദ്ധയുള്ളവനായി നിൽക്കണം. സ്തോത്രം. അങ്ങനെ നോക്കിക്കൊണ്ടു നിൽക്കുമ്പോൾ കണ്ടത് എന്തൊക്കെയാ? വായിക്കാമോ?
ഈരണ്ടീരണ്ടായി വരുന്ന കുതിരപ്പടയെയും കഴുതപ്പടയെയും ഒട്ടകപ്പടയെയും കാണുമ്പോൾ അവൻ ബഹുശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാ. ഹല്ലേലൂയ. പടയാളി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക, കാവൽക്കാരൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ കാണുന്ന സംഭവം എന്താണെന്നറിയാമോ? ഈരണ്ടീരണ്ടായി ഒട്ടകപ്പട വരുന്നു. നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈരണ്ടീരണ്ടായി കഴുതപ്പടകൾ വരുന്നു, ഈരണ്ടീരണ്ടായി കുതിരപ്പടകൾ വരുന്നുണ്ട്. നോക്കിക്കേ, 11 നോക്കിക്കേ. അവൻ ദൂരേക്ക് നോക്കുമ്പോൾ യുദ്ധസന്നാഹത്തിനായി ഒരു കൂട്ടം പ്രിയപ്പെട്ടവർ വരികയാ. രാജ്യത്തിനു നേരെ ഒരു കൂട്ടം ആളുകൾ വരികയാ. പടയ്ക്കു വേണ്ടി ഒരു കൂട്ടം ആളുകൾ വരികയാ. കാവൽക്കാരൻ സൂക്ഷിച്ചു നോക്കി. ആ വരുന്നത് കുതിരപ്പടയാ, ആ വരുന്നത് കഴുതപ്പടയാ, ആ വരുന്നത് ഒട്ടകപ്പടയാ. എന്റെ രാജ്യത്തെ തകർക്കാൻ, എന്റെ രാജ്യത്തെ ഉടയ്ക്കാൻ, എന്റെ രാജ്യത്തെ നശിപ്പിക്കാൻ ഒരുങ്ങി വരുന്ന പടയെ അവൻ കാണുകയാ. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. ദൈവസഭയ്ക്ക് നേരെ പാഞ്ഞു വരുന്ന ചില ശത്രുവിന്റെ പടയെ കാണാൻ ഈ ദിവസങ്ങളിൽ ദൈവമക്കളുടെ കണ്ണുകൾ തുറക്കണം. കുടുംബങ്ങൾക്ക് നേരെ പാഞ്ഞു വരുന്ന ചില ശത്രുവിന്റെ പടയെ കാണാൻ ഈ ദിവസങ്ങൾ ദൈവമക്കളുടെ കണ്ണുകൾ തുറക്കേണ്ടത് ആവശ്യമാ. കാവൽക്കാരന്റെ ദൗത്യം എന്താ? സൂക്ഷിച്ചു നോക്കിയപ്പോൾ അങ്ങകലെ പടയൊരുങ്ങി വരിക. തൻ്റെ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ, ജനങ്ങളെ കൊല്ലാൻ, ജനങ്ങളെ അടിമത്തത്തിലാക്കാൻ, കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കളയാൻ, കുഞ്ഞുങ്ങളുടെ ഭാവി അടച്ചു കളയാൻ ഒരു പട ഒരുങ്ങി വരികയാ. അത് കുതിരപ്പടയായും, അത് കഴുതപ്പടയായും, അത് ഒട്ടകപ്പടയായും ദൂരത്തു നിന്ന് പാഞ്ഞു വരുന്നു. ഇത് കണ്ടതാരെന്നറിയാമോ? ഇത് കാവൽക്കാരനാ കണ്ടത്. ശ്രദ്ധിക്കൂ, രാജാവ് ഇത് കണ്ടില്ല, മന്ത്രി ഇത് കണ്ടില്ല, രാജ്യത്തിലെ ജനങ്ങൾ ഇത് കണ്ടില്ല, വിദ്യാഭ്യാസമുള്ളവൻ കണ്ടില്ല, ഉന്നതൻ കണ്ടില്ല. ദൈവമാക്കി വെച്ച കാവൽക്കാരകത്തിരുന്ന ഒരുവൻ കാണുകയാ. അങ്ങകലെ പടയൊരുങ്ങുന്നുണ്ട്, അങ്ങ് ദൂരെ പടയൊരുങ്ങുന്നുണ്ട്. രാജ്യത്തെ നശിപ്പിക്കാൻ, രാജ്യത്തെ കീഴടക്കാൻ അങ്ങകലെ പടയൊരുങ്ങുന്നുണ്ട്. ഇന്ന് രാത്രി എൻ്റെ വചനം കേൾക്കുന്ന, ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ഭക്തനെ, എന്നെയും നിങ്ങളെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നത് ആത്മീക മണ്ഡലത്തെ തകർത്തെറിയത്തക്കവണ്ണം ഒരുങ്ങി കച്ചകെട്ടി പടയൊരുക്കി വരുന്ന പിശാചിനെ കാണാൻ കണ്ണുള്ള ദൈവമക്കൾ ഇന്നു രാത്രി അഭിഷേകത്തിന്റെ കൃപ കൊണ്ട് ആ കരകളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ട് ശ്രദ്ധയുള്ളവനായിരിക്കണം. പണ്ടൊക്കെ നമ്മുടെ അമ്മച്ചിമാർ ഇത് കാണുമായിരുന്നു. എന്നിട്ട് പാസ്റ്റർ വീട്ടിൽ വന്നു പറയും, പാസ്റ്ററെ, ഇന്ന കുടുംബത്തിലൊരു പോരാട്ടം ഉണ്ടാകാൻ പോകുന്നു, ഇന്ന വ്യക്തിക്ക് ഒരു അനർത്ഥമുണ്ടാകാൻ പോകുന്നു, ദൈവദാസനെ ഇന്ന കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിച്ചോണം, ഒരു വലിയ പ്രതിസന്ധി കൂടെ കയറാൻ പോകുക. അമ്മച്ചിമാർ കാവൽപ്പുരയ്ക്കകത്ത് നിന്ന് കണ്ടതാ, ഇത് പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന് കണ്ടതാ. അങ്ങകലെ പടയൊരുങ്ങി വരുന്നുണ്ട്. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. ആത്മീക സഭകൾക്കകത്ത് പടകേറി നശിപ്പിക്കാനുള്ള കാര്യം, കാവൽ ദൗത്യത്തിന് ജനം പിന്മാറിപ്പോയി, കാവൽ ദൗത്യത്തിന് ജനം പുറകോട്ട് പോയി, കാവൽ ദൗത്യത്തിന് ദൈവമക്കൾ പിന്നാമ്പുറത്തേക്ക് മാറിപ്പോയി. ഒരു കാലത്ത് പ്രശ്നം വന്നത് പ്രശ്നം വരുമ്പോഴല്ല, അതിനു മുമ്പേ കണ്ടു നിന്നവർ. ഒരു കാലത്ത് പ്രതിസന്ധി വന്നപ്പോഴല്ല, അതിനു മുമ്പേ ആത്മക്കണ്ണുകൊണ്ട് കണ്ട പിതാക്കന്മാർ അവർ തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് പോയി. തലമുറകളായ നമുക്ക് ആ ദൗത്യം ഏറ്റെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ പിശാച് നമ്മെ തകർക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി PMG ചർച്ചിന്റെ അകത്ത് ചില കാവൽപ്പുരയ്ക്കകത്തേക്ക് ചിലർ കയറണം, കാവൽപ്പുരയ്ക്കകത്തേക്ക് കയറണം. ശ്രദ്ധയോടെ നോക്കണം. തകർക്കാൻ വരുന്ന പൈശാചിക ശക്തിയെയും, ഉടയ്ക്കാൻ വരുന്ന ജാതീയ ശക്തിയെയും, ഇല്ലാതാക്കാൻ വരുന്ന ദേശശക്തിയെയും കാണാനുള്ള ഒരു ആത്മീക കാഴ്ചപ്പാട് ഈ ദിവസങ്ങളിൽ ദൈവസഭ ഏറ്റെടുക്കണം. പടക്കളത്തിൽ നിൽക്കുന്നവൻ കണ്ടില്ല, രാജാവ് കാണുന്നില്ല, മന്ത്രി കാണുന്നില്ല, പക്ഷേ ഒരു കാവൽക്കാരൻ കാണുകയാ. അങ്ങകലെ പ്രത്യക്ഷമാകുന്ന ഒരു സൈന്യവ്യൂഹ. കാവൽക്കാരൻ്റെ ഒന്നാമത്തെ ദൗത്യം, ശത്രു വരുന്നത് കാണുന്നത് ആദ്യം കാവൽക്കാരനാ. പ്രാർത്ഥനാ വീരന്മാരെ, ഈ ദിവസങ്ങൾ ശ്രദ്ധയോടെ നോക്കണം. ഏതെങ്കിലും പഴുതിൽ കൂടെ പിശാച് കയറാൻ സാധ്യതയുണ്ട്. അത് ആത്മക്കണ്ണുകൊണ്ട് കാണേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. രണ്ടാമത് കാവൽക്കാരന്റെ ദൗത്യം എന്താണ്? 8-ാമത്തെ വാക്യം വായിക്കാമോ? അവൻ ഒരു സിംഹം പോലെ അലറി, അവൻ ഒരു സിംഹം പോലെ അലറി, സിംഹം പോലെ അലറി, കർത്താവേ ഞാൻ പകൽ ഇടവിടാതെ കാവൽ നിൽക്കുന്നു. അവൻ ഒരു സിംഹം പോലെ അലറി. ഇത്രയും നേരം നിശബ്ദനായി നിന്ന പടയാളി, കാവൽക്കാരൻ, അവൻ അലറാൻ തുടങ്ങി.
ഒരു സിംഹം പോലെ അലറാൻ തുടങ്ങി. സ്തോത്രം. അവൻ്റെ ശബ്ദമിതാ തകർത്ത് കളയാൻ പിശാച് വരുന്നുണ്ട്, കുതിരപ്പട വരുന്നുണ്ട്, കഴുതപ്പട വരുന്നുണ്ട്, ഒട്ടകപ്പട വരുന്നുണ്ട്. അവൻ സിംഹം പോലെ എന്ത് ചെയ്തു? പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാക്കന്മാരുടെ ഹല്ലേലിയായ്ക്കകത്ത് തന്നെ ഒരു ഉണർവുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നോ? അവരുടെ കൈകൊട്ടിൻ്റെ അകത്ത് ഒരു അഭിഷേകം ഉണ്ടായിരുന്നല്ലോ. ഇന്ന് നമ്മുടെ ഉണർവും അഭിഷേകവും എല്ലാം നഷ്ടപ്പെട്ടു. ഇന്ന് ആരെങ്കിലും ഉറക്കെ ഒരു ഹല്ലേലിയ പറഞ്ഞാൽ എല്ലാവരും കൂടെ അവനെ തുറിച്ചെന്തിക്കുക. സ്തോത്രം. ഒരു കാലത്ത് നമ്മുടെ സഭാമന്ദിരത്തിൻ്റെ അകത്ത് മുഴങ്ങിക്കേട്ട ഹല്ലേലൂയയുടെ ശബ്ദവും ഒരു കാലത്ത് നമ്മുടെ സഭാമന്ദിരത്തിൽ കേട്ട സ്തോത്രത്തിൻ്റെ ശബ്ദവും കെട്ടടങ്ങിക്കൊണ്ടിരിക്കുക. മുഖവര പറഞ്ഞ ദൈവദാസൻ ഒരു വാക്ക് പറഞ്ഞു. നമ്മുടെ പിതാക്കന്മാർ കൂടെ കൂടെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു പദമ, നമ്മുടെ അമ്മച്ചിമാർ കൂടെ കൂടെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന പദമ. അവർ ആരാധിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ, അവർ അന്യഭാഷ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ, അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വാചകത്തിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു പദം ഉപയോഗിക്കുമായിരുന്നു. ആ പദം യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം എന്നുള്ള പദം നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ മാതാക്കളും കൂടെ കൂടെ ഓർപ്പിക്കുമായിരുന്നു. എന്നാൽ ഇന്നിൻ്റെ കാലത്ത് അന്യം നഷ്ടപ്പെട്ടു പോയ ഒരു പദമായി തീരുമ്പോൾ PMG ചർച്ചിൻ്റെ അകത്ത് ഈ ദിവസങ്ങളിൽ ഈ ശബ്ദം ഉയരണം. യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം. ഇന്ന് രാത്രി ഈ ശബ്ദം ഇതിനകത്ത് മുഴങ്ങണം. നിങ്ങളുടെ കൂടാരത്തിൻ്റെ അകത്ത് ഈ ശബ്ദം മുഴങ്ങണം. നിന്റെ തലമുറയെ നോക്കി ഈ ശബ്ദം ഉയരണം. യേശുവിന്റെ രക്തത്താലുള്ള ജയം, യേശുവിന്റെ രക്തം ജയത്തിന്റെ രക്തമാ. എന്നോടൊപ്പം കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയെ തകർത്തത് യേശുവിന്റെ രക്തത്താല. പിശാചിന്റെ സകല പദ്ധതികളെയും തകർത്തത് യേശുവിന്റെ രക്തത്താല. പിശാചിന്റെ സകല ആയുധ വർഗത്തെയും കാൽച്ചുവട്ടാക്കിയത് യേശുവിന്റെ രക്തത്താല. സ്വന്തം അതേ രക്തം ഇന്ന് പകൽ ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഈ രക്തത്തിൻ്റെ അകത്തൊരു ജയമുണ്ട്, ഈ രക്തത്തിൻ്റെ അകത്തൊരു ജയമുണ്ട്, ഈ രക്തത്തിൻ്റെ അകത്തൊരു ജയമുണ്ട്. അല്പസമയം സ്തോത്രം ചെയ്ത് ദൈവമക്കൾ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ട്. ഈ രക്തത്തിൻ്റെ അകത്തൊരു ജയമുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അന്നേരം ഈ കാവൽക്കാരൻ കുതിരപ്പടയെയും പടയെയും കഴുതപ്പടയും കണ്ടപ്പോൾ എന്നാ വന്നോട്ടെ, കയറിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയല്ല. അവൻ അലറാൻ തുടങ്ങി. എങ്ങനെ അലറാൻ തുടങ്ങി? ഒരു സിംഹം അലറുന്നത് പോലെ, സിംഹത്തിന്റെ ഗർജനം പോലെ, സിംഹത്തിന്റെ ശബ്ദം പോലെ അവൻ അലറാൻ തുടങ്ങി. സ്തോത്രം. ഈ ദിവസങ്ങളിൽ അഭിഷേകം പ്രാപിച്ചവന്റെ ശബ്ദം ഇതിനകത്ത് ഉയരണം. അഭിഷേകം പ്രാപിച്ചവന്റെ നാദം ഇതിനകത്ത് ഉയരണം. കൃപ പ്രാപിച്ചവന്റെ ശബ്ദം ഇതിനകത്ത് ഉയരണം. അടങ്ങിയിരിക്കാനല്ല, ശാന്തമായിരിക്കാനല്ല, ശബ്ദം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കണം. കാര്യം തകർത്തു കളയത്തക്കവണ്ണം, ഒടുക്കി കളയത്തക്കവണ്ണം, രാജ്യത്തിന്റെ നിയമങ്ങളെ മാറ്റിമറിക്കത്തക്കവണ്ണം, രാജ്യത്തിലെ ആരാധനകൾക്ക് താഴിട്ട് പൂട്ടത്തക്കവണ്ണം പിശാച് കുതിരപ്പടയുമായി, കഴുതപ്പടയുമായി, ഒട്ടകപ്പടയുമായി അങ്ങ് ദൂരെ പദ്ധതികൾ ഒരുക്കുമ്പോൾ കാവൽക്കാരൻ അലറണം, കാവൽക്കാരൻ ശബ്ദം പുറപ്പെടുവിക്കണം. അവന്റെ തേർവാഴ്ചകളെ ഇല്ലാതാക്കത്തക്കവണ്ണം കാവൽക്കാരൻ ശബ്ദം ഉയർത്തണം. എന്നിട്ട് ആ കാവൽക്കാരൻ പറയുകയാണ്, ഒരു സിംഹത്തെ പോലെ അലറി. അടുത്തത്, കർത്താവേ, ഞാൻ പകൽ ഇടവിടാതെ കാവൽ നിൽക്കുന്നു, രാത്രി മുഴുവനും ഞാൻ കാവൽ കാത്തുകൊണ്ടിരുന്നു. പകലിലും രാത്രിയിലും എന്ത് ചെയ്യുന്നറിയാമോ? കാവൽ കാത്തുകൊണ്ടിരിക്കും. ഇതെന്തോ ജോലിയാ? നമ്മുടെ ഭാരതത്തിന്റെ നിയമം അനുസരിച്ച് 8 മണിക്കൂർ ജോലി ചെയ്താൽ മതി, അല്ലെങ്കിൽ പിന്നെ ഓവർ ടൈം ഉണ്ടല്ലോ. സ്തോത്രം. അതിൽ കൂടുതൽ നമ്മൾ ജോലി ചെയ്താൽ ശമ്പളമുണ്ടല്ലോ. പക്ഷേ ഇവിടുത്തെ കാവൽക്കാരൻ എങ്ങനെയാണെന്നറിയാമോ? പകലിലും രാത്രിയിലും ജോലി ചെയ്യണം. ഒരു ദൈവ പൈതൽ പകലിലും രാത്രിയിലും എന്ത് ചെയ്യണം? എന്നാ സ്തോത്രം വന്നില്ലല്ലോ. രാത്രിയുടെ യാമത്തിൽ എത്ര പേർ എഴുന്നേൽക്കുന്നുണ്ട്? അർദ്ധരാത്രി പ്രാർത്ഥിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? സന്ധ്യപ്രാർത്ഥന കൊണ്ട് തൃപ്തിയാകുന്ന എത്ര പേരുണ്ട്? രാത്രിയും പകലും എന്നെയും നിങ്ങളെയും ദൈവം ആഗ്രഹിക്കുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിൻ്റെ വക്താവാകാനല്ല, ഒരു കേവലം മണിക്കൂറിൽ മാത്രം ഒതുങ്ങി നിൽക്കാനല്ല. എൻ്റെയും നിങ്ങളുടെയും ദൗത്യം പകലിലും രാത്രിയിലും ഒരുപോലെ കാവൽ നിൽക്കണം. നമുക്കൊരു വിശ്രമം ഉണ്ട്, നമുക്കൊരു വിശ്രമമുണ്ട്. ഒരു ഭക്തൻ്റെ ജീവിതത്തെ നമുക്ക് 3ആയി തരംതിരിക്കാം. ഒരു ഭക്തൻ്റെ ജീവിതം 3ആയി തരംതിരിക്കാം. ഒന്ന് ഭൗമവാസം എന്നാണ് പറയുന്നത്. ഭൗമവാസം ആ കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്.
പറയുന്നത് ഒരമ്മയിൽ നിന്ന് ജനിക്കുന്നത് മുതൽ നമ്മുടെ മരണം വരെയുള്ള ഒന്നാമത്തെ കാലഘട്ടം അത് ഭൗമ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഈ കാലഘട്ടം ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലാണ് നാം യേശുവിനെ കണ്ടുമുട്ടേണ്ടത്. ഈ കാലഘട്ടത്തിലാണ് നാം യേശുവിനെ ആരാധിക്കേണ്ടത്. ഈ കാലഘട്ടത്തിലാണ് നാം ദൈവമക്കളായി തീരേണ്ടത്. ഭൗമ കാലഘട്ടത്തിൽ ഒരുവൻ കർത്താവിനെ കണ്ടുമുട്ടിയില്ലെങ്കിൽ, ഭൗമ കാലഘട്ടത്തിൽ ഒരുവൻ യേശുവിനെ കണ്ടുമുട്ടിയില്ലെങ്കിൽ അവന്റെ ജീവിതം നിത്യ നരകമായി പോകും. പ്രത്യേക കൃപയാൽ എനിക്കും നിങ്ങൾക്കും ഈ കാലഘട്ടങ്ങളിൽ യേശുവിനെ കണ്ടുമുട്ടുവാൻ കർത്താവ് കൃപ തന്നല്ലോ. സ്തോത്രം. നമ്മുടെ ഭൗമ കാലഘട്ടം അത് 70 80 വർഷമായിരിക്കാം, ഇച്ചിരി പോയാൽ 100 ആയിരിക്കാം. ഈ കാലഘട്ടം അത് നമുക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള കാലഘട്ടമാണ്, വിശുദ്ധ ജീവിതം നയിക്കാനുള്ള കാലഘട്ടമാണ്, ദൈവമക്കളായി ജീവിപ്പാനുള്ള കാലഘട്ടമാണ്. രണ്ടാമത്തെ കാലഘട്ടം വിശ്രമ കാലഘട്ടമാണ്. അത് നമ്മൾ മരിച്ചിട്ട് നിങ്ങളുടെ പ്രാണൻ ക്രിസ്തുവിൽ ദൈവത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? മറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് വിശ്രമ കാലഘട്ടം. അത് നമ്മുടെ മരണ കാലഘട്ടമാണ്. മരിച്ചതിന് ശേഷം ക്രിസ്തുവിനോടുകൂടെ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നു. മൂന്നാമത്തെ കാലഘട്ടം നിത്യകാലഘട്ടം എന്ന് പറയുന്നത് അത് യേശുവിനോടൊപ്പമുള്ള കാലഘട്ടമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നാമത്തെ കാലഘട്ടം ഭൗമ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ കരം പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ്. കഴിഞ്ഞ പകൽ ചിന്തിച്ച പോലെ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ കാലഘട്ടത്തിൽ കർത്താവ് കൂടെ ഉണ്ട്. വിശ്രമ കാലഘട്ടത്തിൽ നമ്മൾ കർത്താവിൽ വിശ്രമിക്കുന്നു. സ്തോത്രം. നിത്യകാലഘട്ടത്തിൽ യേശു അപ്പനോടുകൂടെ യുഗായുഗം നമ്മൾ താമസിക്കുന്നു. ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഈ 3 കാലഘട്ടത്തിലും അവൻ യേശുവിനോടൊപ്പമാണ്, അവൻ യേശുവിനോട് കൂടെയാണ്. സ്തോത്രം. അന്നേരം ഈ കാവൽക്കാരൻ അലറാൻ തുടങ്ങിയിട്ട് പറഞ്ഞു, കർത്താവേ ഞാൻ പകൽ മുഴുവനും രാത്രി മുഴുവനും കാവൽ. നമുക്ക് രാത്രിയിലും പകലുമെല്ലാം കാവൽ നിൽക്കണം. അതിൻ്റെ അർത്ഥം ഉറങ്ങണ്ടെന്നല്ല, അതിൻ്റെ അർത്ഥം വിശ്രമിക്കേണ്ടെന്നല്ല. ഏതു സമയത്തും നാം ദൈവത്തോടു കൂടെ ആയിരിക്കണം. ഒറ്റ സന്ദർഭം പോലും ദൈവത്തെ വിട്ടൊരു ജീവിതം നമുക്ക് വേണ്ട. ഒരു സെക്കൻഡ് പോലും യേശുവില്ലാത്ത ഒരു ജീവിതം നമുക്ക് വേണ്ട. ഒരു നിമിഷം പോലും യേശുവിനെ കൂടാതെയുള്ള ഒരു ജീവിതം വേണ്ട. ഏതു സമയത്തും നാം കർത്താവിനോടുകൂടെ ആയിരിക്കണം. സ്തോത്രം. 2 കാര്യം നമ്മൾ ചിന്തിച്ചു. ഞാനും നിങ്ങളും ഒരു കാവൽക്കാരനാണെങ്കിൽ അവൻ ബഹുശ്രദ്ധയുള്ളവനായിരിക്കണം. സൂക്ഷിച്ചു നോക്കണം, ബഹുശ്രദ്ധയുള്ളവനായിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ പടകൾ കടന്നു വരുന്ന കാണാം. രണ്ടാമത് അവൻ അലറണം. പട വരുന്നുണ്ട്, നാശത്തിനായിട്ട് വരുന്നുണ്ട്. പകലിലും രാത്രിയിലും ജോലി ചെയ്യണം. മൂന്നാമത് അടുത്ത വാക്യങ്ങൾ വായിക്കാമോ? ഇതാ ഒരു കൂട്ടം കുതിരച്ചേവകർ ഈരണ്ടായി കുതിരപ്പട വരുന്നു എന്ന് പറഞ്ഞു. 11-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ധൂമയെ കുറിച്ചുള്ള പ്രവാചകം, കാവൽക്കാര രാത്രി എന്തായി, എന്നൊരുത്തൻ സെയിരിൽ നിന്ന് എന്നോട്. മൂന്നാമത് കാവൽക്കാരന്റെ ദൗത്യം എന്ന് പറയുന്നത് സമയം പറയണം, സമയം അറിയിക്കണം. കാവൽക്കാരൻ എന്ത് ചെയ്യണം? സമയം പറയണം. 1, കാവൽക്കാരൻ ശ്രദ്ധയുള്ളവനായിരിക്കണം. 2, കാവൽപ്പുരയ്ക്കകത്തിരിക്കുന്ന കാവൽക്കാരൻ ശത്രു വരുന്നത് കാണണം. 3, കാവൽക്കാരൻ പറയുന്നത് സമയം അറിയിക്കണം. ഇവിടെ ഒരുത്തൻ ചോദിച്ചു, കാവൽക്കാര രാത്രി എന്തായി? കാവൽക്കാര രാത്രി എന്തായി? മറുപടി കേട്ടോ, വായിച്ചോളൂ. അതിന് കാവൽക്കാരൻ പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. ഈ ചോദ്യത്തിന് മുമ്പിൽ കാവൽക്കാരൻ മറുപടി കൊടുക്കുക, പ്രഭാതവും രാത്രിയും വന്നെത്തിയിരിക്കുന്നു. സ്തോത്രം. കാവൽക്കാര രാത്രി എന്തായി? ഉത്തരം, പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. അങ്ങനെ ഒരു സമയമുണ്ടോ? ഒന്നുകിൽ പ്രഭാതം അല്ലെങ്കിൽ രാത്രി. ഈ പ്രഭാതവും രാത്രിയും അങ്ങനെ ഒരു സമയമുണ്ടോ? ഈ ദൈവവചനത്തിന് എന്തെങ്കിലും തെറ്റുണ്ടോ? ഈ വചനം തിരുത്തേണ്ട സമയമായില്ലേ? ഒന്നുകിൽ പ്രഭാതം അല്ലെങ്കിൽ രാത്രി. പ്രഭാതവും രാത്രിയും വന്നെത്തിയിരിക്കുന്നു. ഈ വാക്യം തെറ്റല്ല, ഇത് ശരിയായ വാക്യം തന്നെയാ. ഇവിടെ ആശയം ശ്രദ്ധിച്ചോളൂ. ഒരു ഉദയ നക്ഷത്രം ഉദിക്കാൻ പോവുക, ഉദയനക്ഷത്രം ഒരു പ്രഭാതത്തിലേക്ക് പോകാൻ പോവുക. അപ്പം തന്നെ ഒരു കൂട്ടം ആളുകൾക്ക് ഉദയ നക്ഷത്രം ഉദിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾക്ക് അർദ്ധരാത്രിയുടെ സമയമാണ്. സ്തോത്രം. ലോകം ചോദിക്കുന്നു, സമയം എന്തായി? സ്തോത്രം. അന്നേരം വിളിച്ചു പറയേണ്ടത്, ദൈവത്തെ അറിയാത്തവന് അർദ്ധരാത്രിയുടെ സമയമാകാൻ പോകുക. ദൈവത്തെ അറിയുന്ന ഒരു ഭക്തന് ഉദയ നക്ഷത്രം ഉദിക്കുന്നത് പോലെ പ്രഭാതയാമം കൂടെ വന്നിട്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു കൂട്ടം ആളുകൾക്ക് ഒരു കഠോരമായ രാത്രി വരാൻ പോവുകയാണ്. അദൂര ഭാവിയിൽ
ഒരു കഠോര രാത്രി വരാൻ പോവുകയാ. ദൈവത്തെ അറിയാത്തവൻ, ദൈവത്തെ ദൂഷിക്കുന്നവൻ, ദൈവവചനം കേട്ടിട്ട് അനുസരിക്കാത്ത പ്രിയപ്പെട്ടവർക്ക് ഒരു കൂരിരുട്ടിന്റെ അനുഭവം വരാൻ പോവുകയാ. അപ്പോൾ തന്നെ ദൈവമക്കളായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്കും ഒരു പ്രഭാതം വരാൻ പോവുകയാ. ആ കരകളെ ഉയർത്തി സ്തോത്രം ചെയ്യാമോ? ഉദയ നക്ഷത്രമായിരിക്കുന്ന യേശു കർത്താവ് വരാറായി. കാവൽക്കാരൻ വിളിച്ചു പറയുക, രാത്രിയും പ്രഭാതവുമായി ഒരു കൂട്ടം ആളുകൾക്ക് ഒരു പകൽ വരാൻ പോവുക. അപ്പോൾ തന്നെ ഒരു കൂട്ടം ആളുകൾ രാത്രിയിലേക്ക് നീങ്ങാൻ പോവുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് വരാറായി. നമ്മുടെ കർത്താവിനെ സംബോധന ചെയ്യുന്നൊരു പദമാണ് ഉദയ നക്ഷത്രം. സ്തോത്രം. അധികം താമസിക്കാതെ ഉദിക്കുന്ന ഒരു നക്ഷത്രമുണ്ട്. അത് പകൽ നേരം വെളുക്കുമ്പോൾ പ്രഭാതയാമത്തിൽ ഉദിക്കുന്ന ഒരു നക്ഷത്രമുണ്ട്. അധികം താമസിക്കാതെ ഈ ഭൂമിയിൽ ഉദയ നക്ഷത്രം പോലെ ഉദിച്ചിറങ്ങുന്ന ഒരു കർത്താവുണ്ട്. ഇരുട്ടിൻ്റെ അധികാരത്തെ തകർത്തുകൊണ്ട് ഒരു ഉദയ നക്ഷത്രം ഉദിക്കാൻ പോകുക. ആ കരകളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ട്. രാത്രി കഴിയാറായി, വിശുദ്ധന്മാരുടെ കഷ്ടത തീരാറായി, വിശുദ്ധന്മാരുടെ പ്രയാസം തീരാറായി, വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീരാറായി, വിശുദ്ധന്മാരുടെ നിരാശകൾ തീരാറായി. ഒരു ഉദയ നക്ഷത്രം ഉദിക്കാൻ പോകുകയാണ്. താങ്ക് യു ജീസസ്. അന്നേരം എന്നെ നിങ്ങളെയും ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ഒരു കാവൽക്കാരനാക്കി വെച്ചേക്കാം. ഈ പട്ടണത്തിൽ ദൈവം ഒരു കാവൽക്കാരനാക്കി വെച്ചിരിക്കുക. കാവൽക്കാരനായിരിക്കുമ്പോൾ ഒന്ന്, നമ്മൾ ശ്രദ്ധയുള്ളവനായിരിക്കണം. ഏതു സമയത്തും പിശാച് തകർക്കാൻ പദ്ധതി ഒരുക്കും. ഉന്നതന്മാരായ അനേകരെ തകർത്ത് കഴിഞ്ഞു. മിടുക്കന്മാരായ അനേകരെ ഉടച്ചു കളഞ്ഞു. നോട്ടീസിലും ഫ്ലെക്സിലും മീഡിയകളിലും ഉയർന്നു നിന്ന് അനേകരെ പിശാച് തകർത്ത് കളഞ്ഞു. ഇനിയും നമ്മളെ തകർക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധയുള്ളവനായിരിക്കണം. സ്തോത്രം. രണ്ടാമത് പട വരുന്നത് കാണുമ്പോൾ രാത്രിയും പകലൊന്നും വ്യത്യാസം കൂടാതെ അലറി വിളിക്കണം. ശത്രു വരുന്ന കാര്യം അറിയിക്കണം. സ്തോത്രം. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്. സ്തോത്രം. സമയം അറിയിക്കണം. പ്രിയപ്പെട്ടവരെ, അനേക പ്രിയപ്പെട്ട നമ്മുടെ അടുത്ത് വരാറില്ലേ, അയ്യോ ഈ കാലം എന്തോ കാലമാ, ഇന്നിൻ്റെ കാലഘട്ടം കൊലപാതകങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടം, പാപം നിറഞ്ഞൊരു കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, പണ്ട് നമ്മുടെ പിതാക്കന്മാർ പാപമെന്ന് പറഞ്ഞ പലതും ഇന്ന് പാപമല്ലാതായി തീർന്നിരിക്കുക. ഹല്ലേലൂയ. ആധുനിക തലമുറകൾക്ക് പാപം എന്താണെന്ന് വെച്ചാൽ അറിയാത്തൊരു കാലഘട്ടം. അവൻ്റെ നോട്ടത്തിലെല്ലാം നല്ല ഒരു കാലഘട്ടം. വിനോദിക്കാനുള്ള കാലഘട്ടം, എൻജോയ് ചെയ്യാനുള്ളൊരു കാലഘട്ടം, ആഹ്ലാദിക്കാനുള്ള ഒരു കാലഘട്ടം. എന്ത് പാപം ചെയ്താലും അത് സന്തോഷമായി കാണുന്ന ഒരു കാലഘട്ടത്തിൽ, ലോത്തിൻ്റെ കാലം പോലെ, നോഹയുടെ കാലം പോലെ ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ എൻ്റെയും നിങ്ങളുടെയും തലമുറകളായിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞ് പറയണം, ഒരു ഉദയ നക്ഷത്രം ഉദിക്കാറായി. യേശു കർത്താവ് വരാറായി. യേശു കർത്താവ് വരാറായി. അദൂര വിദൂര ഭാവിയിൽ ഒരു കർത്താവ് വരാറായി. നമ്മെ ചേർക്കാൻ യേശു കർത്താവ് വരാറായി. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ ഓടി വരാൻ പോകുക. നമ്മൾ ആർക്കൊക്കെ കാവൽ നിൽക്കണം? ഒന്ന്, ഒരു കാവൽക്കാരൻ്റെ ദൗത്യമാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, നമ്മൾ സ്തോത്രം ശ്രദ്ധയുള്ളവരായിരിക്കണം. രണ്ട്, പകലും രാത്രിയിലും നമ്മൾ കാവൽ ചെയ്യണം. മൂന്ന്, സ്തോത്രം ദേശത്തിൻ്റെ കാവൽക്കാരനായിരിക്കണം. ഞാൻ ആ ഭാഗം ചിന്തിപ്പിക്കാം. നമ്മൾ ആർക്കൊക്കെ കാവൽക്കാരനായിരിക്കണം? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 9-ാമത്തെ വാക്യം. പിന്നെ യഹോവ കായീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. യഹോവയായ ദൈവം കായീനോട് ചോദിച്ചു, നിന്റെ സഹോദരനായി ഹാബേൽ എവിടെ? മറുപടി കേട്ടു, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽ. നമ്മൾ ആർക്കാണ് കാവൽ നിൽക്കേണ്ടത്? സ്തോത്രം. ആദ്യത്തെ തലമുറയോട് ദൈവം ചോദിക്കുന്നു, നിന്റെ സഹോദരൻ എവിടാ? കൈനേ, നിന്റെ സഹോദരൻ എവിടാ? ഉത്തരം കെങ്കേമമാ, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ. സഹോദരൻ എന്ന ഒരു പദം വേദപുസ്തകത്തിൽ, സഹോദരൻ എന്ന പദം നമുക്ക് ധാരാളം കാണാൻ കഴിയുന്നു. നമ്മളൊക്കെ തമ്മിൽ കാണുമ്പോൾ എന്തുകൊണ്ട് സഹോദര വിശേഷമെന്ന് ചോദിക്കും, എന്തുകൊണ്ട് സഹോദരി വിശേഷമെന്ന് ചോദിക്കും. പെന്തക്കോസ്തുകാരുടെ ഇടയിലെ ഏറ്റവും പൊതുവായ ഒരു പദമാ സഹോദര, സഹോദരി. സ്തോത്രം. സഹോദരൻ, സഹോദരി എന്ന വാക്ക് നമ്മൾ ധാരാളം ഉപയോഗിക്കാറുണ്ട്. സഹോദരൻ എന്ന വാക്ക് വിഗ്രഹിച്ചാൽ സഹ ഉദരത്തിൽ നിന്ന് പിറന്നവനാ. സ്തോത്രം. അതിൻ്റെ അർത്ഥം ഒരു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പിറന്നവനെല്ലാം സഹോദരങ്ങളാ. സ്തോത്രം. ഒരു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പിറന്നവനെല്ലാം സഹോദരങ്ങളാ. പക്ഷേ ഇവിടെ നമ്മൾ ഒരു മാതാവിൻ്റെ ഉദരത്തിൽ നിന്നാണോ പിറന്നത്? അല്ല. വ്യത്യസ്ത മാതാക്കളുടെ ഉദരത്തിൽ നിന്നാണ് പിറന്നത്. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പിറന്നു. വ്യത്യസ്തങ്ങളായ മാതാവിൻ്റെ ഉദരത്തിൽ നിന്നാണ് ഞാനും നിങ്ങളും പിറന്നത്. ഒരിക്കലും നമ്മൾ സഹോദരങ്ങളല്ല. ഒരിക്കലും നമ്മൾ സഹോദരങ്ങളല്ല. വ്യത്യസ്തരായ മാതാവിൻ്റെ
ഉദരത്തിൽ നിന്ന് നമ്മൾ പിറന്നതുകൊണ്ട് ഒരിക്കലും നമ്മൾ സഹോദരങ്ങളല്ല. പിന്നെ എന്തുകൊണ്ട് നമ്മളെ സഹോദര എന്ന് വിളിക്കുന്നു, എന്തുകൊണ്ട് സഹോദരി എന്ന് വിളിക്കുന്നു? ഒരു ദൈവപൈതലിന് ഒരു ജനനമല്ല, ഒരു ദൈവപൈതലിന് 2 ജനനമുണ്ട്. സ്തോത്രം. ഒന്ന് സ്വാഭാവിക ജനനം, അത് വ്യത്യസ്ത മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് വ്യത്യസ്ത കാലഘട്ടത്തിൽ വ്യത്യസ്ത ദേശത്ത് ഞാനും നിങ്ങളും പിറന്നു വീണവരാ. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ സഹോദരങ്ങളല്ല. വ്യത്യസ്ത മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പിറന്നത് കൊണ്ട് നമ്മൾ സഹോദരങ്ങളല്ല. സ്തോത്രം. പക്ഷേ ഒരു ദൈവത്തിനുള്ള ബന്ധത്തിൽ രണ്ടാമതൊരു ജനനമുണ്ട്. അതിൻ്റെ പേര് വീണ്ടും ജനനമെന്ന. സ്തോത്രം. ഞാനും നിങ്ങളും വീണ്ടും ജനനം പ്രാപിച്ചവരാ. ആ പ്രാപിച്ചവർ അവരുടെ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഒന്നാമത്തെ ജനനം സ്വാഭാവിക ജനനം, അത് വ്യത്യസ്ത മാതാക്കളുടെ ഉദരത്തിൽ നിന്നാണെങ്കിൽ രണ്ടാമത്തെ ജനനം വീണ്ടും ജനനം എന്ന് പറയുന്നത് ഒറ്റ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് ഇന്നേക്ക് 2000 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയാകുന്ന ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നവരാ വീണ്ടും ജനനം പ്രാപിച്ചവർ. ആ കരകളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ട്. വീണ്ടും ജനനം എന്ന പ്രക്രിയ നടന്നത്, വീണ്ടും ജനനം എന്ന ആ പദ്ധതി നടന്നത് ഒറ്റ മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് യേശു ക്രിസ്തുവാകുന്ന യേശു കർത്താവിൽ കൂടെയുള്ള ഒരു വീണ്ടും ജനനമാണ് ഞാനും നിങ്ങളും പ്രാപിച്ചത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ കൂടെ ജനിച്ചവരായതുകൊണ്ട്, യേശു ക്രിസ്തുവിൽ കൂടെ വീണ്ടും ജനനം പ്രാപിച്ചത് കൊണ്ട് ഞാനും നിങ്ങളും സഹോദരങ്ങളാണ്. സ്തോത്രം വന്നില്ലല്ലോ. നമ്മളാരാ? ഉറക്കെ പറഞ്ഞേ, നമ്മളാരാ? ഒന്നുകൂടെ പറഞ്ഞേ. കാരണം എന്താ? യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കൂടെയുള്ള വീണ്ടും ജനനം. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ മറ്റ് പദങ്ങൾ എന്ത് ചെയ്യണ്ട. താങ്ക് യു ജീസസ്. ഞാനും നിങ്ങളും സഹോദരങ്ങളാ, ഞാനും നിങ്ങളും സഹോദരങ്ങളാ. യേശു ക്രിസ്തുവാകുന്ന കാൽവരിക്കുലക്കളത്തിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് ഞാനും നിങ്ങളും പുറത്തു വന്നതാ സഹോദരന. ആശയത്തിലേക്ക് കയറാം, സമയം ഓടിപ്പോകുന്നല്ലോ. ഞാൻ എൻ്റെ സഹോദരൻ്റെ വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കൾ അവരുടെ സഹോദരങ്ങളുടെ കാവൽക്കാരനാണ്. ഈ PMG ചർച്ചിലെ എല്ലാ ദൈവമക്കളുടെയും കാവൽക്കാർ മറ്റുള്ളവരാ. സ്തോത്രം. അടുത്തിരിക്കുന്നവർ, ഇവിടെയുള്ള എല്ലാ ദൈവമക്കളുടെയും കാവൽക്കാരനാണ്. ഒരു കുടുംബത്തിൽ ഒരു അനർത്ഥം വന്നാൽ ആ കുടുംബത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടത് കാവൽക്കാരനാ. സ്തോത്രം. ഒരു കുടുംബത്തിൻ്റെ അകത്തൊരു ദുരന്തം വന്നാൽ അവിടെ ചെന്ന് പ്രാർത്ഥിക്കേണ്ടത് കാവൽക്കാരനാ. ഒരു പ്രിയപ്പെട്ടവൻ എന്തെങ്കിലും ശാരീരിക പ്രശ്നം വന്നാൽ ഓടിച്ചെന്ന് പ്രാർത്ഥിക്കേണ്ടത് ഇവിടുത്തെ കാവൽക്കാരനാ. ഞാനും നിങ്ങളും സഹോദരൻ്റെ കാവൽക്കാരനാ. അക്കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പ്രയാസം വന്നെങ്കിൽ കാവൽക്കാരൻ അവിടെ ഓടിച്ചെല്ലണം. ഏതെങ്കിലും കുടുംബത്തിൻ്റെ അകത്ത് ഒരു അനർത്ഥം വന്നാൽ കാവൽക്കാരൻ അവിടെ ഓടിച്ചെല്ലണം. മാറി നിൽക്ക. കാര്യം എൻ്റെ സഹോദരന എന്നെ വീണ്ടെടുത്ത അതേ രക്തം കൊണ്ട് എൻ്റെ കൂട്ടു സഹോദരനെ വീണ്ടെടുത്തത്, എന്നെ വീണ്ടെടുത്ത രക്തം കൊണ്ട് എൻ്റെ കൂട്ടു സഹോദരനെ വീണ്ടെടുത്തത് ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാ. ദൈവമക്കളെ, പണ്ടത്തെ നമ്മുടെ പിതാക്കന്മാർക്കും മാതാക്കൾക്കും ഉള്ളത് പരസ്പരമുള്ള പ്രാർത്ഥനയായിരുന്നു. തമ്മിലുള്ള പ്രാർത്ഥന. ഒരു കുടുംബത്തിൻ്റെ അകത്ത് പ്രയാസമുണ്ടായാൽ, ഒരു കുടുംബത്തിനകത്ത് പ്രതിസന്ധി ഉണ്ടായാൽ, ബുദ്ധിമുട്ടുണ്ടായാൽ അവരോടൊപ്പം മുഴങ്കാലും അടക്കാൻ അവിടെയുള്ള ദൈവമക്കൾ തയ്യാറാണ്. സ്തോത്രം. കാവൽക്കാരനായിരുന്നു സഹോദര സഹോദരി. കുഴപ്പമില്ല കുഞ്ഞെ, കുഴപ്പമില്ല, കർത്താവ് പരിഹരിക്കും. കർത്താവ് കൂടുണ്ട്. കർത്താവ് നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. നീ തകർന്നു പോകത്തില്ല, നീ ഉടഞ്ഞു പോകത്തില്ല. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, നിനക്ക് വേണ്ടി ഞാൻ ഉപവസിക്കാം, നിനക്ക് വേണ്ടി ഞാൻ രാത്രിയുടെ യാമങ്ങൾ വേർതിരിക്കുക. ഒരു കാവൽക്കാരൻ്റെ ദൗത്യം ചെറുതല്ല. ഇന്ന് രാത്രി PMG ചർച്ച് ഇത് മനസ്സിലാക്കണം. ഇവിടെ വിശുദ്ധിക്കും വേർപാടിലും ആരാധിക്കുന്ന ദൈവമൈതലേ, നിന്റെ കൂട്ടു സഹോദരന് ഒരു പ്രശ്നം വന്നാൽ, നിന്റെ കൂട്ടു സഹോദരിക്ക് ഒരു പ്രതികൂലം വന്നാൽ, അല്പം പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയാൽ ഓടിച്ചെന്ന് വലങ്കരം കൊടുത്തിട്ട് കാവൽക്കാരൻ ഇറങ്ങി പറയണം, നിന്നോടൊപ്പം ഞാനുണ്ട്, നിന്റെ വിഷയം ഞാൻ ഏറ്റെടുത്തു വെച്ച് പ്രാർത്ഥിച്ചോളാം, നിനക്ക് വേണ്ടി ഞാൻ ഇടിവിൽ നിൽക്കാം, അടുത്ത വെള്ളിയാഴ്ച നിനക്ക് വേണ്ടി ഞാൻ ഉപവസിക്കാം. ആ കരകളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ട്. എന്നെയും നിങ്ങളെ കാവൽ ദൗത്യമായി ദൈവമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സഹോദരന്റെ കാവൽക്കാരനാകണം. സഹോദരനെ വേദനിപ്പിക്കരുത്, സഹോദരനെ പകയ്ക്കരുത്, സഹോദരനെ ഉപദ്രവിക്കരുത്, സഹോദരന് ദുഃഖം വരുന്ന കാര്യം പറയരുത്. കാര്യം ഞാനും നിങ്ങളും സഹോദരങ്ങളാ, ഞാനും നിങ്ങളും സഹോദരങ്ങളാ. സഹോദരങ്ങളാണെങ്കിൽ അവരുടെ കാവൽക്കാരനാ. സ്തോത്രം. സമയം മുന്നോട്ട് പോകുന്നല്ലോ. 2, നമ്മൾ ആരുടെ കാവൽക്കാരനാകണം? സങ്കീർത്തനം 84:10.
84 സങ്കീർത്തനം 10 വാക്യം. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം, നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമല്ലോ. അടുത്ത വാക്യങ്ങൾ, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് ഒന്ന് നമ്മുടെ സഹോദരന്റെ കാവൽക്കാരനാകണം, രണ്ട് നമ്മൾ ആലയത്തിന്റെ കാവൽക്കാരനാകണം. സ്തോത്രം പറഞ്ഞില്ലല്ലോ. രണ്ടാമത് ആരുടെ കാവൽക്കാരനാകണം? ഉറക്കെ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. ഈ സഭയുടെ കാവൽക്കാരനാകണം, ദൈവസഭയുടെ കാവൽക്കാരനാകണം, ഈ സഭയ്ക്കകത്തെ കാവൽക്കാരനാകണം. ഈ സഭയെക്കുറിച്ച് എത്ര പേർക്ക് ഉത്തരവാദിത്വമുണ്ട്? ഇവിടെ ആത്മാക്കൾ കടന്നു വരണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? സ്തോത്രം കുറഞ്ഞല്ലോ. അതോ ഞങ്ങൾ മാത്രം മതിയെന്നാണോ? ഇത്രയും ഈ പട്ടണത്തിൽ ഇങ്ങനൊരു ക്രമീകരണം തന്നു, ഞങ്ങൾ മാത്രം, അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? ഈ സൂപ്പർ ഫാസ്റ്റിലൊക്കെ കയറുന്ന ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ ബസ് ആളുകളെ കയറ്റിക്കഴിഞ്ഞാൽ മനസാക്ഷിയുള്ള ഡ്രൈവർ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? നിർത്തും. ആളുകളെ എന്ത് ചെയ്യും? കയറ്റും. അന്നേരം അതിനകത്തിരിക്കുന്ന ചിലർക്കൊരു തോന്നൽ വരും, ഇത് സൂപ്പർ ഫാസ്റ്റ് അല്ലേ, ഇതിവിടെ നിർത്താൻ പറ്റുമോ, ആളെ കയറ്റണോ, ഞങ്ങൾ പൈസ കൊടുത്തിട്ടല്ലേ കയറിയത്? ഈ മനസാക്ഷിയുള്ള ഡ്രൈവർ ഒന്ന് നിർത്തിക്കൊടുത്തതേ ഉള്ളൂ. കയറുന്നവരൊക്കെ എന്ത് ചെയ്തിട്ട് ഇന്ന് ചില സഭകളുടെ ചിന്ത ഞങ്ങൾ ഇത്രയും പേര് മതിയെന്ന. പുതിയ ആൾക്കാരൊന്നും എന്ത് ചെയ്യണ്ട. സ്തോത്രം. വിടുതൽ പ്രാപിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ കരം ചലിക്കുന്നത് എനിക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ട്. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയാൽ ചിലർ വിടുതൽ പ്രാപിക്കുന്നത് ഈ ആലയത്തിന്റെ അകത്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. ഞാൻ ആലയത്തിന്റെ കാവൽക്കാരനാ. ഒന്ന്, നമ്മുടെ സഹോദരന്റെ കാവൽക്കാരൻ. രണ്ട്, ഞാൻ ആലയത്തിൻ്റെ കാവൽ. എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും, കർത്താവേ, ഈ ആലയത്തിൻ്റെ അകത്ത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവമക്കൾ നിറഞ്ഞു നിൽക്കണം. ചില ദൈവമക്കളെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തരണം. ചില മന്ത്രവാദികളെ ദൈവം തൊടണം. ചില മദ്യപാനികളെ ദൈവം തൊടണം. ചില നിരീശ്വരവാദികളെ ദൈവം തൊടണം. ചില രാഷ്ട്രീയ ആചാര്യന്മാരെ ദൈവം തൊടണം. ചില പള്ളി പ്രമാണിമാരെ ദൈവം തൊടണം. എന്നോടൊപ്പം ഒന്ന് പ്രാർത്ഥിക്കാമോ? എല്ലാ കണ്ണുകളും അടച്ചാട്ട്. കൃപ പ്രാപിച്ച ജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ട്. മൂന്നാമത്തെ ഭാഗം പറയുന്നതിന് മുൻപ് ഒരു നിമിഷം കണ്ണടച്ച് ഓരോ പ്രിയപ്പെടും പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കാട്ട്. ഒരുപക്ഷെ നിന്റെ കൂടപ്പറപ്പ് ദൈവസന്നിധി വന്നിട്ടില്ല. ഇന്ന് രാത്രിയിൽ ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, എൻ്റെ കൂടപ്പറപ്പിനെ ദൈവം ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ അകത്തൊന്ന് കൊണ്ടുവരണം. നിന്റെ ഉറ്റ സ്നേഹിതൻ ദൈവത്തെ കണ്ടിട്ടില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചേ, കർത്താവേ, എൻ്റെ സ്നേഹിതൻ ഈ ദിവസങ്ങൾ യേശുവിനെ കണ്ടുമുട്ടണം. നിന്റെ അയൽവാസിക്ക് ദൈവത്തെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ ആ പ്രിയപ്പെട്ടവന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ട്. ഒരു ദൈവ പ്രവർത്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ആത്മാക്കളുടെ വിടുതൽ നടക്കട്ടെ. അല്പസമയം കണ്ണടച്ച് സ്തോത്രം ചെയ്താട്ട്. ചിലരുടെ പേര് പറഞ്ഞ് ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കാട്ട്. ഈ ദിവസങ്ങൾ ആലയത്തിന്റെ കാവൽക്കാരൻ ആലയത്തിന്റെ ദൗത്യം ചെയ്യട്ടെ. ആത്മാക്കളുടെ വിടുതൽ. കഴിഞ്ഞ കാലങ്ങൾ നീ പങ്കുവെച്ച ട്രാക്ട് അത് വായിച്ച ചില പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങൾ ദൈവസല്ലേ കടന്നു വരട്ടെ. നീ പ്രസംഗിച്ച പ്രസംഗം കേട്ട ചിലർ ഈ ദിവസങ്ങൾ യേശുവിനെ കണ്ടുമുട്ടട്ടെ. നീ കയറി ഇറങ്ങിയ ചില വീടുകളിൽ നിന്നുള്ള പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങൾ യേശുവിനെ കണ്ടുമുട്ടട്ടെ. അല്ലെങ്കിൽ ആലയത്തിന്റെ കാവൽക്കാരനാകട്ടെ. ഒന്ന്, സഹോദരന്റെ കാവൽക്കാരൻ. രണ്ട്, സഭയുടെ കാവൽക്കാരൻ. ഈ സഭയോടുള്ള ഉത്തരവാദിത്വം നാം ചെയ്യണം. മൂന്നാമതായിട്ട് നാം മുമ്പ് ചിന്തിച്ച ദൈവവചനമാണ്. സ്തോത്രം. കാവൽക്കാര രാത്രി എന്തായി? സ്തോത്രം. ദേശത്തിൻ്റെ കാവൽക്കാരനാണ്. മൂന്ന്, ഞാനും നിങ്ങളും പാർക്കുന്ന ദേശത്തിൻ്റെ കാവൽക്കാരൻ. ഒന്ന്, സഹോദരൻ്റെ കാവൽക്കാരൻ. രണ്ട്, സഭയുടെ കാവൽക്കാരൻ. മൂന്ന്, ദേശത്തിൻ്റെ കാവൽക്കാരൻ. നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ദൈവം നിങ്ങൾക്ക് അവകാശമായി തന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളിരിക്കുന്ന വീട് 3 സെൻറ്റിലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളിരിക്കുന്ന ആ വീടും സ്ഥലവും 5 സെൻറ്റായിരിക്കാം, 10 സെൻറ്റായിരിക്കാം. പട്ടണമല്ലേ, ഒത്തിരി ഒന്നും കാണത്തില്ല. പക്ഷേ നിങ്ങളുടെ സെൻറ്റിലല്ല, ആ ദേശത്തെ ദൈവം നിങ്ങൾക്ക് അവകാശം തന്നിട്ടുണ്ട്. ദേശത്തിൻ്റെ കാവൽക്കാരൻ. നിങ്ങൾ പാർക്കുന്ന ദേശത്തിൻ്റെ കാവൽക്കാരാണ് നിങ്ങൾ. കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാൻ പോവുക. സമയം തീർന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങളുടെ ദേശത്തെ ദൈവത്തിന് അവകാശമായി എല്ലാ കണ്ണുകളും അടച്ചാട്ട്. ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ദൈവമേ, ഈ ദേശം ഞാൻ താമസിക്കുന്ന ദേശം
ദേശം, ഞാൻ താമസിക്കുന്ന ദേശം യേശുവിനെ കണ്ടുമുട്ടണം. ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്. അവിടെ അന്ധകാര ശക്തികൾ കൊടികുത്തി വാഴാൻ അനുവദിക്കരുത്. അവിടെ മന്ത്രവാദ ശക്തികൾ കൊടികുത്തി വാഴാൻ അനുവദിക്കരുത്. അവിടെ ദേശശക്തി പ്രബലപ്പെടാൻ അനുവദിക്കരുത്. ഒരു നിമിഷം ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കാട്ട്. നീ താമസിക്കുന്ന ദേശത്തെ ദൈവം നിനക്ക് അധിക അവകാശം തന്നിട്ടുണ്ട്. ഭക്തനെ, നീ താമസിക്കുന്ന ദേശം, ദൈവദാസനെ, നീ ശുശ്രൂഷിക്കുന്ന സ്ഥലം ദൈവം നിനക്ക് ദാനമായി തന്നിട്ടുണ്ട്. ഭക്തനെ, ദൈവദാസനെ, നീ ശുശ്രൂഷിക്കുന്ന ദേശത്തെ ദൈവം നിന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അവിടെ കൊടികുത്തി വാഴുന്ന ചില അന്ധകാര ശക്തികൾ, അവിടെ ആത്മാക്കൾക്ക് വിടുതൽ തടസ്സമായി നിൽക്കുന്ന ചില പൈശാചിക കെട്ടുകളെ തകർക്കാനുള്ള ഒരു അഭിഷേകം ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഭക്തനെ നിന്നെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ ആ ദേശം നിങ്ങൾക്കുള്ളതാ. ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ ദൈവമേ, ദേശത്തെ ഞാൻ അവകാശം പറയുന്നു. എല്ലാ കരകളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കാട്ട്. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ട്. ദേശത്തെ അവകാശം പറയുന്നു, ദേശത്തെ അവകാശം പറയുന്നു. ജാതീയ പോരുകൾ കൊണ്ട് നിറഞ്ഞ, അന്ധകാരങ്ങൾ കൊണ്ട് നിറഞ്ഞ, അനാചാരങ്ങൾ കൊണ്ട് നിറഞ്ഞ, പൈശാചാരാധകൾ കൊണ്ട് നിറഞ്ഞ ജനത്തെ വിടില്ല, വിടില്ല, വിടില്ല. ഫറവോന്യാധിപത്യം പോലെ ഞാൻ പിടിക്കും, ഞാൻ പിന്തുടരും, എൻ്റെ ആശ സാധിക്കും, ഞാൻ അവരെ നിഗ്രഹിക്കുന്നു പറയുന്ന ഫറവോന്റെ ശക്തി പോലെ ദേശത്തെ കൊടികുത്തി വാഴുന്ന സകല പൈശാചിക ശക്തികളും ഇന്ന് രാത്രി അടയ്ക്കട്ടെ. എല്ലാ അന്ധകാര കെട്ടുകളും ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. ദേശത്തെ അവകാശമായി പറഞ്ഞാട്ട്. കാവൽക്കാര, കാവൽക്കാര, രാത്രി എന്തായി? സ്തോത്രം. ദേശത്ത് നിന്ന് ഒരുവൻ ചോദിക്കുക, ദേശനിവാസികൾ നിന്ന് ഒരുവൻ ചോദിക്കുക, ദേശനിവാസികൾ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മൾ പാർക്കുന്ന സ്ഥലം യേശുവിനെ കണ്ടുമുട്ടണം. നമ്മൾ താമസിക്കുന്ന ഇടം യേശുവിനെ കണ്ടുമുട്ടണം. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ നിർത്താൻ പോവുക. നമ്മൾ കാവൽക്കാരന്. നാം എന്തു ചെയ്യണം? ശ്രദ്ധയുള്ളവനായിരിക്കണം. നാം എന്തു ചെയ്യണം? ശത്രു വരുന്നത് കണ്ടുവേണം. നാം എന്തു ചെയ്യണം? പകലിലും രാത്രിയിലും ജോലി ചെയ്യണം. നാം എന്തു ചെയ്യണം? സമയം വിളിച്ച് പറയണം. അർദ്ധരാത്രി വരുന്നു, ഉദയ നക്ഷത്രം വരുന്നു. നാം ആർക്കൊക്കെ കാവൽ ചെയ്യണം? നമ്മുടെ സഹോദരന് വേണ്ടി കാവൽ നിൽക്കണം. ഇവിടെയുള്ള PMG ചർച്ചിൻ്റെ കാവൽക്കാരാ ഇവിടെയുള്ളവർ. ഈ പട്ടണത്തിൻ്റെ കാവൽക്കാര. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച്. കർത്താവേ, നീ തന്ന നല്ല ദൗത്യത്തിനായിട്ട് സ്തോത്രം ചെയ്ത ഞാൻ നിൻ്റെ കാവൽക്കാരനാ. കർത്താവായ എന്നെ ആക്കി വെച്ചിരിക്കുന്നത്, കർത്താവായ എന്നെ ആക്കി വെച്ചിരിക്കുന്നത്, എൻ്റെ കർത്താവായ എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. പലപ്പോഴും ഞാൻ ഈ ദൗത്യത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ട്. പലപ്പോഴും ഈ ദൗത്യത്തിൽ ഞാൻ പിന്മാറിപ്പോയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എന്നോട് കരുണ തോന്നണമെന്ന് ഒരു നിമിഷം ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കാട്ട്. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചാട്ട്. ഒരു ദൗത്യം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ സഹോദരൻ്റെ കാവൽക്കാരനാ, നീ ആലയത്തിൻ്റെ കാവൽക്കാരനാ, ഈ ദേശത്തിൻ്റെ കാവൽക്കാരനാ. ശബ്ദവും കരവും ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് പകലിലും വൈകിട്ടും ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ക്ഷണിച്ച ബഹുമാന്യ ദൈവദാസനോടും കുടുംബത്തോടുമുള്ള പ്രത്യേക വന്ദനം ചൊല്ലുന്നു. സ്തോത്രം. ശുശ്രൂഷ മണ്ഡലത്തിൽ പ്രാർത്ഥന സഹായിച്ച ദൈവമക്കളെ പ്രത്യേക വന്ദനം അറിയിക്കുന്നു. നമ്മുടെ കർത്താവ് വരാറായി, നമ്മുടെ കർത്താവ് വരാറായി. അത് വിദൂര ഭാവിയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം, നമ്മുടെ കർത്താവ് വരാറായി. ഇവിടെ ഇരിക്കുന്ന ആരും നഷ്ടപ്പെടല്ലേ? ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഇവിടെ ഇരിക്കുന്ന ആരും നഷ്ടപ്പെടരുത്. കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തേജസ്കരണം, തേജസ്കരണം, തേജസ്കരണം. ആത്മമണവാളനെ കാണുക എന്നുള്ള കൊതിയോടുകൂടെ നമുക്ക് പിരിയാം. സ്തോത്രം. ആത്മമണവാളനെ കാണാം, തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരത്തോടുകൂടെ കർത്താവിനെ കാണാമെന്നുള്ള ആ വലിയ പ്രത്യാശയോടെ നമുക്ക് പിരിയാം. തുടർന്നുള്ള ദിവസങ്ങൾ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവസരങ്ങൾ ഒരുക്കിയ ദൈവദാസനും ഇന്ന് നേതൃത്വം കൊടുത്ത ദൈവദാസനും ദൈവമക്കൾക്കും പ്രത്യേക വന്ദനം ചൊല്ലുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലവും ദൈവം നമുക്ക് തന്ന അനുഗ്രഹിത വചനങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ മതിലിൻ്റെ മുകളിൽ കാവൽക്കാരായി നിർത്തിയിരിക്കുന്നു. ഹാലിൽ നമ്മെ ഏൽപ്പിച്ച ദൗത്യം അതിൻ്റെ നിലകളിൽ ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ഇന്ന് രാത്രിയിൽ നമ്മോട് സംസാരിപ്പാനിടയായി. ഹാലേലിയ. കാവൽ ചെയ്യുന്നവരായിരിക്കാൻ, വിവിധ നിലകളിൽ കാവൽ ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധയോടെ നാം ആ കാവൽ വിഷയത്തിലായിരിക്കണമെന്ന് ഹാലേലിയ, ഹാലേലിയ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം നമ്മെ സ്വീകരിക്കണമെന്ന് അലറിക്കൊണ്ട് ഒരു സിംഹത്തെ പോലെ നിൽക്കുന്നത് പോലെ ശത്രുവിൻ്റെ എല്ലാ പദ്ധതികൾക്കെതിരായിട്ടും ശക്തിയോടെ നിൽക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുവാനിടയായി. ഹാലേലൂയ, സ്തോത്രം. മാത്രമല്ല ഹാലേലിയ, ആ വിഷയങ്ങളുടെ മധ്യയിൽ
ഹല്ലേലൂയ, നാം നമ്മെ തന്നെ സമർപ്പിച്ച് അടുത്തു വരണമെന്ന് ഇന്ന് രാത്രി നമ്മെ കേൾപ്പിച്ച ആ വചനങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതുപോലെ നാം ഹല്ലേലൂയ സ്തോത്രം, നാം ഹല്ലേലൂയ നമ്മുടെ സഹോദരങ്ങളുടെ കാവൽക്കാരായിരിക്കണം. ഹല്ലേലൂയ നമ്മുടെ സഭയുടെ കാവൽക്കാരായിരിക്കണം. മാത്രമല്ല നമ്മുടെ ദേശത്തിൻ്റെ കാവൽക്കാരായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവവൈതലെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ നമ്മളെങ്ങനെ കാണുന്നുണ്ട്, ഏതർത്ഥത്തിൽ അത് ഏറ്റെടുക്കുന്നുണ്ട്? കൂട്ടു സഹോദരൻ്റെ ഒരു കാവൽക്കാരനായി ദൈവം നമ്മെ കണ്ടിരിക്കുകയാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ച ആ ദൗത്യം അതേ അർത്ഥത്തിൽ നമ്മൾ ഹല്ലേലൂയ കൈകാര്യം ചെയ്യുന്നുണ്ടോ? മാത്രമല്ല സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ, സഭയ്ക്ക് വേണ്ടി കാത്തിരിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ അനുഭവത്തിൽ നാം അങ്ങനെ ആയിരിക്കുന്നുവോ? ഹല്ലേലൂയ. മാത്രമല്ല ദേശത്തിൻ്റെ പട്ടണത്തിൻ്റെ കാവൽക്കാരായി ദൈവം നമ്മെ നിർത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ കേൾക്കപ്പെട്ട ആ അനുഗ്രഹിത അല്ലെങ്കിൽ വിലയേറിയ അല്ലെങ്കിൽ വചനത്തിൻ്റെ മുൻപിൽ ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കേട്ട വചനത്തിന് മുൻപിൽ എല്ലാവരും ഒരു നിമിഷം സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ ഇന്ന് പകലും രാത്രിയിലും ശക്തമായി ദൈവം ഉപയോഗിച്ചല്ലോ. ഹല്ലേലൂയ. അനേകർക്ക് പിന്നെയും ആശ്വാസമാകുവാൻ, തന്നെയാക്കുന്ന ഇടങ്ങളിൽ, കടന്നു പോകുന്ന ഇടങ്ങളിൽ ശക്തമായി ദൈവം ഉപയോഗിപ്പാൻ ദൈവം തന്നെ കരങ്ങളിലെടുത്ത് പിന്നെയും അനേകർക്ക് പ്രയോജനമായി തീർക്കുവാൻ നമുക്കൊരു നിമിഷം കർത്താവിന്റെ ദാസനെ, കുടുംബത്തെ, സഭയെല്ലാം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. ഉപവസിക്കുന്ന എല്ലാവർക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഓർത്ത് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ദീർഘോപവാസത്തിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം സഹായിപ്പാൻ വരും ദിനങ്ങളിലും എല്ലാവരെയും ശക്തിയോടെ ദൈവം നിർത്തേണ്ടതിന് വരും ദിനങ്ങളിൽ ഓരോ ദൈവദാസന്മാരെയും അതത് സമയങ്ങളിൽ അഭിഷേകത്തിൻ്റെ ദൂതമായി നമ്മുടെ മധ്യത്തിൽ അയക്കേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ വിടുതലും അനുഗ്രഹവും പിന്നെയും പകരേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിക്കാം. നാം എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ഇപ്പോഴ് പ്രിയ ജയശങ്കർ പാസ്റ്റർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. പാസ്റ്റർ ജയശങ്കർ. കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നാളായി നല്ല രാത്രി സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുകയും വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ 18 ദിവസമായി അങ്ങയുടെ സന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ തന്റെ ജനത്തിന് ദൈവം കൊടുത്ത കൃപയ്ക്കായി, കരുണയ്ക്കായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടുകൊണ്ടിരുന്നുവല്ലോ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് കർത്താവെ തന്റെ ദാസനിൽ കൂടി ഞങ്ങളോട് ഇടപെട്ട നല്ല വചനങ്ങൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവെ, ഒരു യഥാർത്ഥ കാവൽക്കാരനായി, കർത്താവെ അങ്ങയുടെ ആലയത്തിന്റെ കാവൽക്കാരനായി ഹല്ലേലൂയ സ്തോത്രം, രാത്രിയിലും പകലും കർത്താവെ ഉറ്റു നിൽപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ ഹല്ലേലൂയ പ്രബോധിപ്പിച്ചുണർത്തിയ നല്ല ദൈവിക ആലോചനയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങ് സ്തുതിക്കുന്നു. അത് ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ ദൈവത്തിന് പ്രസാദമുള്ളവരായി കർത്താവെ അപ്പാ സ്തോത്രം അധികം ശ്രദ്ധയോടെ മുന്നേറുവാൻ തക്കവണ്ണം അടിയങ്ങളെ ജീവിതത്തെ ദിവസനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഹോദരനെ ഹല്ലേലൂയ കാവൽ ചെയ്യുന്നവരായി, തൻ്റെ സഹോദരനെ ഹല്ലേലൂയ കാക്കുന്നവനായി, സൂക്ഷിക്കുന്നവനായി ദൈവത്തിൻ്റെ വരവിൽകൾ പ്രയോജനമുള്ളവരായി തീർക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗം സഹായിക്കണമേ. ആലയത്തിൻ്റെ കാവൽക്കാരായ സ്വർഗ്ഗത്തിൽ ദൈവമേ, അവിടുന്ന് അടികളെ കണ്ടിരിക്കുമ്പോൾ അവണ്ണം കർത്താവെ ഹല്ലേലൂയ ഞങ്ങൾ അന്യോന്യം ഹല്ലേലൂയ കാത്ത് ദൈവത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാൻ അടികളെ വീണ്ടും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവണ്ണം ഈ ദേശത്തിൻ്റെ കാവൽക്കാരായി അവിടുന്ന് അടികളെ ആക്കിയിരിക്കുമ്പോൾ അതിനൊത്തവണ്ണം കർത്താവ് ശുഷ്കാന്തിയോടെ ദൈവത്തിൻ്റെ വില ചെയ്യുവാൻ, ദൈവത്തിൻ്റെ കാവൽക്കാരനായി കർത്താവെ ഹല്ലേലൂയ ശത്രു വരുന്നത് പറയുന്നവരായി കർത്താവെ ഹല്ലേലൂയ ശ്രദ്ധയോടെ കാവൽ ചെയ്യുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനടിയങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്ന ദൈവം ശക്തീകരിക്കണമേ. പുത്തൻ അഭിഷേകത്താൽ അടിയങ്ങളെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വരവ് ഏത് നിമിഷമെന്ന് ഞങ്ങൾ അറിയാതിരിക്കുമ്പോൾ കർത്താവെ അത് കാത്തുകൊണ്ട് വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ജീവിപ്പാൻ തക്കവണ്ണം അടിയങ്ങൾ ഓരോരുത്തരെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ ഉപവസിക്കുന്ന കർത്താവ് ദീർഘമായി ഉപവസിക്കുന്ന ഭാഗമായി ഉപവസിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിവിധ വിഷയങ്ങളുടെ മധ്യേ പ്രിയപ്പെട്ട ഉപവാസത്തിൽ ആത്മതമനത്തിലായിരിക്കുമ്പോൾ ദൈവം തക്ക സമയത്ത് പ്രവർത്തിച്ച് ദൈവിക വിടുതൽ, ഉദ്ധാന, നന്മകൾ, അനുഗ്രഹങ്ങൾ, ആശ്വാസങ്ങളും പ്രാപിച്ചു മുന്നേറുവാൻ തന്റെ ജനത്തെ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് കൃപ ചെയ്യണമേ, കരുണ ചെയ്യണമേ, മനസ്സിൽ തോന്നുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനരെ താങ്ങുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരത്താലായിരിക്കുന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. അനേകർ കർത്താവ് രോഗാവസ്ഥയിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ബലഹീനരായിരിക്കുന്ന ജനത്തിന് കർത്താവ് ഉദ്ധാരണങ്ങളെ ഒരുക്കണമേ, ആശ്വാസങ്ങളെ ദൈവം പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപവാസത്തിൻ്റെ അന്ത്യദിനങ്ങളിലേക്ക് ഞങ്ങൾ കർത്താവെ അടുത്തുകൊണ്ടിരിക്കുന്നുവല്ലോ. ഓരോ ദിനവും കർത്താവെ ശ്രദ്ധയോടായിരിക്കാൻ, പുതിയ ശക്തി പ്രാപിച്ച്, പുത്തൻ ഉണർവ് പ്രാപിച്ച്, അനുഗ്രഹം പ്രാപിച്ച്, നന്മ പ്രാപിച്ച് മുന്നേറുവാൻ ദൈവം സഹായിക്കണമേ, ശക്തീകരിക്കണമേ. കർത്താവിൻ്റെ കരം കൂടിയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയായി പ്രസ്ഥാനമായി തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. തൻ്റെ ദാസന്മാരെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ജോലി കൊടുക്കുന്ന പ്രിയപ്പെട്ട ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രത്യേക വചന ദാസനായ സ്തോത്രം. കുടുംബമായ തലമുറ ദൈവമേ പ്രിയപ്പെട്ട മാനിച്ചാതിരിക്കുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പുസ്തക ശക്തി അല്ലാണ്ട് നിറയ്ക്കണമേ, പുത്തൻ അഭിഷേകത്താൽ അവിടെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുപാദപടത്തിൽ മുറ്റം താഴ്ത്തുന്നു. സമാധാനത്തിൽ സൗഖ്യത്തോടെ ഞങ്ങൾ അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുണ്യകരങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനകളും യാതനകളും കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുനാമത്തിൽ പ്രിയ പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശ്വസിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും, നാം ഓർത്ത് പ്രാവശ്യ എല്ലാ വിഷയങ്ങളോടും, ദീർഘോപാസത്തിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുമാന്ത്രം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണം. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലും രാത്രിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് അനുഗ്രഹിത ശുശ്രൂഷകൾ ചെയ്ത കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോൺ മാത്യു തിരുവല്ലയോടുള്ള നന്ദി തരുണത്തിൽ അറിയിക്കുന്നു. നാളെ കർത്താവിൻ്റെ ദാസൻ കാലേബ് കുട്ടിക്കാനം നമ്മുടെ മധ്യ ശുശ്രൂഷിക്കും. 10:30 തന്നെ എല്ലാവരും എത്തിച്ചേരുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.